സാമ്പത്തിക അച്ചടക്ക ചിലർക്ക് പ്രശ്നം വരവ് സംബന്ധിച്ച, വേറെ ചിലർക്ക് പ്രശ്നം ചെലവ് സംബന്ധിച്ച, മറ്റു ചിലർക്ക് പ്രശ്നം മിച്ചം വെക്കുന്ന സംബന്ധിച്ച്, പിന്നെ വേറെ ചിലർക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് കൊടുക്കുന്നത് സംബന്ധിച്ച, ചെലവ് ചെയ്യുന്നത് സംബന്ധിച്ചല്ല, കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച്. ഈ 3-4 മേഖലകളിൽ നമുക്ക് വിജയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും സാമ്പത്തിക പര്യാപ്തത, സാമ്പത്തിക സമൃദ്ധി കാണുകയില്ല, പക്ഷെ സാമ്പത്തിക പര്യാപ്തത കാണുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. വിതയ്ക്കുക എന്ന് പറയുന്നത് കൊടുക്കുന്നതിനുള്ള പ്രയോഗമാണ്. കരിഞ്ഞം കൊണ്ട് കൊടുത്താൽ ആർപ്പോട് നമുക്ക് കിട്ടുമെന്നാണ്. കൊടുക്കാനാണ് പലർക്കും ബുദ്ധിമുട്ട്. ഇല്ല, എല്ലാവരും പറയുന്നതാണ് ഇല്ല ബ്രദറെ, കൊടുക്കാനില്ല. പക്ഷെ ബൈബിൾ വരുന്ന കണ്ണുനീരോട് വിതച്ചാൽ ഇല്ല, പക്ഷെ ഉള്ളത് കൊടുക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. കാരണം പിന്നെ ഞാനങ്ങനെ ജീവിക്കുന്നുണ്ട്, പിള്ളേർക്ക് എങ്ങനെ വല്ലതും കൊടുക്കുന്നത്, ഇത് പ്രയാസമാണ്. പക്ഷേ കർത്താവ് പറയുന്നത് നിങ്ങൾ കണ്ണുനീരോടുകൂടെ കൊടുത്താൽ നിങ്ങൾക്ക് ആർപ്പോടെ വലിയ കൊയ്ത്തുണ്ടാകും, കിട്ടും, സന്തോഷത്തോടെ കിട്ടും. പക്ഷെ അത് സാധിക്കുമോ? കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, മക്കെദോന്യയിലെ സഭകളുടെ കൃപയെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവരെങ്ങനെയാ കൊടുത്തത്? അവരുടെ മഹാദാരിദ്ര്യം ഔദാര്യം കാണിപ്പാൻ ഇടയായി. മഹാദാരിദ്ര്യം എങ്ങനെ ഔദാര്യം കാണിക്കുന്നു? മഹാദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരുപിടി അരിയില്ല കഞ്ഞി വെച്ച് കുടിക്കാൻ, ഇത്ര ദാരിദ്ര്യം. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ബസ് കൂലിക്ക് 10 പൈസ, അന്നത്തെ കാലത്തേക്ക് 10 പൈസ, ഇപ്പൊ എത്ര, 5 രൂപയെന്നോ മിനിമം ചാർജ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 10 പൈസയാ. എൻ്റെ അപ്പച്ചൻ എനിക്ക് 10 പൈസ തരില്ലായിരുന്നു. ഞാൻ 8 കിലോമീറ്റർ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പഠിക്കുമ്പോൾ ബസ്സും ഇല്ല, അതുകൊണ്ട് തന്നാലും കാര്യമില്ല. തരാൻ അപ്പച്ചൻ്റെ ഇല്ല, അപ്പച്ചൻ നടന്ന പോയിക്കൊണ്ട്. അപ്പൊ മഹാദാരിദ്ര്യം. അങ്ങനെ മക്കൾക്ക് 10 പൈസ ബസ് കൂലിക്ക് കൊടുക്കാനില്ലാത്തതായിരിക്കുന്ന ഒരാള് വീട്ടിൽ വന്ന ഒരു ദൈവദാസന് 50 രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഔദാര്യമല്ലേ, വലിയ ഔദാര്യം. അങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ചായി പൗലോസ് പറഞ്ഞത്. ഞാൻ അതിന് പലപ്പോഴും പറയാറുള്ള ഒരു സംഭവമുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ പുറമ്പോക്കിൽ താമസിക്കുന്ന ആക്രി പറക്കുന്ന ഒരു കുടുംബം. പുരുഷൻ രാവിലെ പോകും ആക്രി പറക്കാനായിട്ട്, പ്ലാസ്റ്റിക്കോ അതിൽ നിന്ന് കുപ്പിയോ ഒക്കെ പറക്കി വൈകുന്നേരം വരെ പറക്കി അത് കിട്ടുന്നത് കൊണ്ട് വിറ്റിട്ട് ആണ് അന്നത്തേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അല്പ സാധനമൊക്കെ അവർ വാങ്ങിച്ചിട്ട് വരുന്നത്. അത്രയുള്ളവർക്ക് പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചു കിട്ടിയതിന്റെ കീഴിലാണ് അവർ ജീവിക്കുന്നത്. അവർക്കൊരു കുഞ്ഞുമുണ്ട്, 2 വയസ്സുള്ള ഒരു മകനുമുണ്ട്. അപ്പോ ഒരു ബന്ധമുള്ള ദിവസമാണ്, എങ്ങും ആക്രി പറക്കാനൊന്നും പോകാനായിട്ട് അങ്ങനെ എല്ലാ കടകളും അടവാ. ഇപ്പൊ ആക്രി പറക്കാൻ പോയാൽ വല്ലവരും ബന്ധു ദിവസത്തിൽ ഇറങ്ങി ആക്രി പറക്കുകയും ഇനി തല്ലു പഠിക്കുകയും ചെയ്യും വിചാരിച്ചാൽ പോയില്ല, അയാൾ വീട്ടിലിരിക്കുക, അയാൾ ഭാര്യ വീട്ടിൽക്കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ഉപദേശിമാർ ആ കുടിലേക്ക് കയറി ചെന്നു സുവിശേഷം പറയാൻ. ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അവർ സുവിശേഷമൊക്കെ കേട്ടു എന്ന് മാത്രമല്ല, അന്ന് അവർ രക്ഷിക്കപ്പെട്ടു, ഭാര്യയും ഭർത്താവും രക്ഷിക്കപ്പെട്ടു. ഉപദേശിമാര് പോരുമ്പോൾ അവർക്ക് ഒരു കപ്പ് കാപ്പി കൊടുക്കാനൊന്നും ഇടയിലുണ്ടായിരുന്നു. ഒന്നുമല്ലോ, എല്ലാവർക്കും അങ്ങനെ ഒന്നുമില്ല. ആക്രി പറക്കാൻ പോകാഞ്ഞുകൊണ്ട് ആക്രി പറക്കി വിറ്റാണ് വൈകിട്ട് വല്ലതും അവർ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അന്ന് ആക്രി പറക്കാൻ പോകാഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലൊന്നുമില്ല. അവർ പറഞ്ഞു, ഉപദേശിമാർ പറഞ്ഞു, അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി, അവർ രക്ഷിക്കപ്പെടുക കഴിഞ്ഞാണല്ലോ. അടുത്ത ആഴ്ച അതേ സമയത്ത് ചെന്നപ്പോൾ അവർ ജോലിക്കൊന്നും പോയിട്ടില്ലായിരുന്നു, അവരെ കാത്തോട്ടിരിക്കുകയാണ്. അവർ ചെന്നു, സുവിശേഷമൊക്കെ പറഞ്ഞു. അവരൊരു 1 മണിയായപ്പോൾ ചെന്നു, 2 മണി 1:30 ആയപ്പോൾ ചെന്നു, 3-4 മണി വരെ സുവിശേഷമൊക്കെ പറഞ്ഞു. അപ്പോ പറഞ്ഞ് അവര് ഇറങ്ങാനായിട്ട് തുടങ്ങിയപ്പോ അവര് പറഞ്ഞു, ഉപദേശിമാരെ അങ്ങനെ പോകാനൊക്കെ ഇല്ല, എന്തെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഒരു ചായ പോലും തരാൻ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഹെൽപ്പുമായി. നിങ്ങളോ ആക്രി പറക്കി ജീവിക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് തരാനോ? വേണ്ടെന്ന് പറയാം, എല്ലാം ഒക്കില്ലെന്നും. അപ്പോ അവര് അടുത്ത കടയിൽ പോയിട്ട് 10 പൊറോട്ട വാങ്ങിച്ചു വന്നിരുന്നു. അവരുടെ വീട്ടിൽ ഒരു കോഴി ഉണ്ടായിരുന്നു, ആകെ ഒരു കോഴിയേ ഉള്ളൂ. ഈ കോഴിയെ കെട്ടിയിട്ടാണ് വളർത്തുന്നത്. കാരണം റെയിൽവേ ട്രാക്ക് ആണ് അടുത്തത്, അത് അങ്ങോട്ട് പറഞ്ഞാൽ ചാവുമല്ല. ഈ കോഴിക്ക് വല്ല അവർ പോകുന്നിടത്ത് വല്ലതൊക്കെ പറക്കൊണ്ടൊക്കെ വന്ന് അതിന് കൊടുക്കും. എന്നിട്ട് അത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു മുട്ടയാണ് അവരുടെ കുഞ്ഞിന് കൊടുക്കുന്ന ആകെ ലക്ഷറി എന്ന് പറയും. ഇത് മാത്രമാണ് ആ കോഴി വല്ലപ്പോഴും ഇടുന്ന ഒരു മുട്ട, അത് കൊടുക്കും. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ കോഴിയൊക്കെ ഒന്ന് കറി വെച്ച് ഇത് പൊറോട്ടയായി മാറ്റി വിദേശിമാർ വരുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് അവർ ചെയ്തത്. അവർ ആ കോഴിയെ മുഴുവൻ അവർ മുന്നിലങ്ങ് വിളമ്പി ഇലയും വെട്ടിയിട്ട് 10 പൊറോട്ടയും കൊണ്ട് മുന്നേ വെച്ചു. അപ്പോൾ ഉപദേശിമാർക്ക് കഴിക്കാൻ വലിയ പ്രയാസം.
അപ്പൊ അവര് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത കോഴിയെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പറഞ്ഞു വാങ്ങിച്ചതല്ല, ഞങ്ങളുടെ കുഞ്ഞിന് മുട്ട കൊടുക്കാനായിട്ട് ഞങ്ങൾ ഒരു കോഴിയെ വളർത്തുമായിരുന്നു, ആ കോഴിയാണ്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ കഴിക്കില്ലെന്ന് പറയാം. അങ്ങനെ നിങ്ങൾ ചെയ്താലേ? അപ്പൊ പറഞ്ഞു ദൈവത്തിന് ഒറ്റ മകനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ആ മകനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്നില്ലേ? ദൈവത്തിന് ഒറ്റ മകൻ ഉണ്ടായിരുന്ന മകനെ ഞങ്ങൾക്ക് വേണ്ടി തന്നു. അപ്പോ ഞങ്ങൾക്ക് ഒറ്റ കോഴിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ആ കോഴിയെ കൊടുക്കുന്നതിന് എന്താ? ദൈവം ചെയ്തുമായിട്ട് നോക്കിയാൽ ഇതെന്നതാ? ഏതായാലും 5 മണി ആയപ്പോ ഉപദേശിമാർ അതൊക്കെ കഴിച്ചു. വൈമനസ്യത്തോടെ കഴിച്ചെങ്കിൽ അവർ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ആ മനുഷ്യൻ അന്ന് 5 മണി കഴിഞ്ഞിട്ട് ആക്രി ഉറക്കാനായിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ പോയി കുറച്ച് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ പെറുക്കി ഒരു കടയുടെ മുന്നിൽ കിടന്ന് പ്ലാസ്റ്റിക് ഒക്കെ പറക്കാൻ ചെന്നപ്പോൾ കടക്കാരൻ വിളിച്ചു, ഇവിടെ പാടുന്നു, ഒരു ലോഡ് മുട്ട വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്, ഇറക്കാൻ ആളില്ല. 5 മണിയായപ്പോൾ തൊഴിലാളികളെല്ലാം പോയി. ഒന്ന് ഇറക്കി തരാമെന്ന് ചോദിച്ചു. ഓ സന്തോഷമാണെന്ന് പറഞ്ഞു. അയാൾ ആ മുട്ട മുഴുവനും ഒരെണ്ണവും കേടാകാതെ ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ ചോദിച്ചു, എനിക്ക് അയാളെ വളരെ ഇഷ്ടപ്പെട്ടു. ഉടമസ്ഥൻ പറഞ്ഞു, ഇവിടെ സ്ഥിരമായിട്ട് അങ്ങ് നിൽക്കാമെന്ന് ചോദിച്ചു. എൻ്റെ കടയിലെ ജോലിക്കാരനായി. ഓ സന്തോഷമാണല്ലോ. അങ്ങനെ അയാൾക്കൊരു ജോലി കിട്ടി. പോയപ്പോ ഉടമസ്ഥൻ പറഞ്ഞു, ഈ മുട്ട കൊണ്ടുവരുമ്പോൾ എങ്ങനെയായാലും ഒരു 10-25 മുട്ട പൊട്ടും, അവിടെ ഇവിടെ കാര്യമായിട്ട് പൊട്ടുകയില്ല, ഒന്ന് ചിളങ്ങിയതൊക്കെയാണ്, അത് വിൽക്കാനൊക്കെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇയാളോട് പറഞ്ഞു, ഇയാൾ പോകുമ്പോൾ ഒരു 10-15 മുട്ട വേണമെങ്കിൽ കൊണ്ടുപോയി ഇയാൾ കൊച്ചിനോടക്കാരൻ വീട്ടിൽ കൊണ്ടുപോകാൻ. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് പോകുമ്പോൾ വൈകിട്ട് അയാൾ ഒരു ദിവസം മുട്ടയും ഒരു ജോലിയും ഒക്കെ ആയിട്ട് വീട്ടിൽ ചെന്നയുടെ മുഖത്ത് ഒരു വലിയ സന്തോഷവും ഒരു പാട്ടും ഒക്കെ ആയിട്ട് ഭാര്യ ചോദിച്ചു, ഇതെന്താ കയ്യില്ല? പറഞ്ഞു, ഒരു കോഴി വല്ലപ്പോഴും ഒരു മുട്ട ഇടുമായിരുന്നു, നമ്മളതിനെ കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവ് എല്ലാ ദിവസവും ഓരോ ദിവസം മുട്ട വീതം നമുക്ക് തന്നു. എന്ന് മാത്രമല്ല, ജോലി കിട്ടി, ഇനി ആക്രി വറക്കാൻ പോകേണ്ട ആവശ്യമില്ല. ആ കടക്കാരൻ നമ്മെ വളരെ ഇഷ്ടപ്പെട്ടു. അയാളുടെ കടയിൽ നിന്ന് മുട്ടയൊക്കെ എടുത്ത് കൊടുക്കുക, ഇതൊക്കെ ചെയ്യാം. ആളുകൾ വന്ന് ഈ മുട്ട ചോദിക്കുമ്പോൾ മുട്ട എണ്ണി കൊടുക്കുകയൊക്കെ ചെയ്യുക ജോലിയാണ്. അപ്പോ ആ മനുഷ്യന്റെ മഹാദാരിദ്ര്യം ഔദാര്യം കാണിപ്പാൻ ദൈവം എന്ത് ചെയ്തു? അയാളെ കണ്ണുനീരോടുകൂടെയാണ് വിതച്ചത്. കാരണം കുഞ്ഞിന് വല്ലപ്പോഴും ഒരു മുട്ട കൊടുക്കുന്നത്, എന്നും ആ കോഴി മുട്ടയിടത്തില്ല, വല്ലപ്പോഴും ഉള്ളൂ, കുഞ്ഞിന് ഒരു മുട്ട വല്ലപ്പോഴും കൊടുക്കുന്നതാണ്. അപ്പോ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിപ്പോ അന്നതിനെ കൊന്നപ്പോക്കി അവർക്ക് കരച്ചിൽ വന്നു, ഇനി ഞങ്ങൾ കുഞ്ഞിന് എന്താ കൊടുക്കുന്നത്? പക്ഷേ കണ്ണുനീരോടുകൂടെ വിതച്ചത് ആർപ്പോടുകൂടെ കൊയ്യാനായി. ഞാനൊരു ഇലസ്ട്രേഷൻ ആയിട്ട് പറഞ്ഞാണത്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ കൊടുക്കാൻ നമുക്ക് മടിക്കും, നമുക്ക് ഇല്ലല്ലോ. ഞാൻ സെമിനാരി പഠിക്കുന്നതായിരിക്കുന്ന സമയത്ത് ഫീസ് കൊടുത്താ പഠിച്ചത്. മറ്റനേകം നാട്ടിൽ നിന്ന് പോയവർ ഫീസ് കൊടുത്തല്ല, ഞാൻ മുഴുവൻ ഫീസും കൊടുത്താ പഠിച്ചത്. അപ്പൊ ഒരു കൃത്യ തീയതിയിൽ ആ ഫീസ് കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അവർ നമ്മളെ വളരെ ഹറാസ് ചെയ്യും. എന്നെ ഒരുപാട് പ്രാവശ്യം മിക്കവാറും മാസങ്ങളെല്ലാം ഓഫീസ് വിളിക്കും, ഫീസ് കൊടുക്കാൻ ചെന്നാ. പിന്നെ അയാൾ വായി വരുന്നതെല്ലാം പറയും, ചുമ്മാ അത് നീയൊക്കെ എന്തിനാ പഠിക്കാൻ വന്നത്, ഫീസ് കൊടുക്കാൻ വയ്യായെങ്കിൽ വേറെ പരിപാടി പോയി നോക്കരുത് എന്നൊക്കെ എന്നോട് പറയും. ഇതൊക്കെ ഞാൻ കേട്ട് എന്നിട്ട് പറയും, കർത്താവ് തരുമ്പം തരാം, നിങ്ങൾ വിഷമിക്കരുത്, കർത്താവ് തരാമെന്നുള്ള വാക്കിന് മേലെ പറഞ്ഞേക്കരുത്. ഇവിടെ ആ പ്രമാണമൊന്നും നടക്കില്ല. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ നിങ്ങൾ തരിക, പഠിക്കുക. കർത്താവ് 2-3 ദിവസം കഴിയുമ്പോൾ ഒക്കെ തരും, അങ്ങനെ ആരും കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതെനിക്കൊരു പതിവായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ കുറെ പിള്ളേർ കൂടി പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം ഫീസ് കൊടുക്കുന്ന ദിവസമാണ്. അന്ന് എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഇനി $100 ഉണ്ടെങ്കിൽ നാളെ ഫീസ് കൊടുക്കാനൊക്കെ, എനിക്ക് $25 ഉണ്ടെങ്കിൽ ഫീസ് കൊടുക്കാനൊക്കെ, ഇങ്ങനെ ഓരോരുത്തരുടെയും കുറച്ച് കാശുണ്ട്. എൻ്റെ കയ്യിൽ ആകെ കൂടെ $22 ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഒരു $150 ഉണ്ടെങ്കിൽ ഫീസ് കൊടുക്കാൻ. അപ്പൊ എനിക്ക് ഒരു പ്രമാണം ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ എന്നാൽ ചെയ്യാവുന്നത് ആളിന് വേണ്ടി ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കും, അല്ലാതെ പ്രാർത്ഥിക്കുന്ന പാവമാണെന്ന് വിശ്വസിക്കുന്ന ആള്. കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ, അവർക്ക് ആഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ വീട്ടിലിരിക്കുന്ന ആഹാരം എടുത്തൊന്നും തരാതെ ഇരുന്നാൽ എനിക്കത് ശരിയല്ലത്, തെറ്റായ പ്രാർത്ഥന. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന $25 താഴെ ഉള്ളൂ. അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന ഒരു കവറിൻ്റെ അകത്തിട്ട് അവിടെ $25 വേണമെന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേരും എഴുതി ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്, ബോക്സ്, അതിൻ്റെ അകത്ത് കൊണ്ടിട്ടു. അപ്പൊ എൻ്റെ ഇനി ഒന്നുമില്ല, എനിക്ക് $150 വേണം. ഞാനോട് പ്രാർത്ഥിച്ചു, സന്തോഷത്തോട് പ്രാർത്ഥിച്ചു. കാരണം എന്താണ്, എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കാര്യം അത് എല്ലാ മാസവും കർത്താവ് എങ്ങനെയും തരും, അങ്ങനെ ഞാൻ കൊടുത്ത് ജീവിക്കുന്നത്. ഏതായാലും പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ബോക്സിൽ നോക്കിയപ്പോൾ ഒരു വെളുത്ത കവർ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഞാനതിൽ പൊട്ടിച്ച് നോക്കിയപ്പോൾ നിങ്ങളുടെ ഈ മാസത്തെ ഫീസ് ഒരാളെ കൊടുത്തിരിക്കുന്നു, മുഴുവൻ ഫീസ്. അപ്പൊ അങ്ങനെയുണ്ട്. കണ്ണുനീരോടുകൂടെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന $22 കൊടുത്തു. ഞാനൊരു ചെറിയ ചിരിയോടുകൂടി അതും വായിച്ചിട്ട് പറഞ്ഞു, ഏതെ ദൈവം അങ്ങനെ തരുന്നത്. അതുപോലെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. അപ്പൊ ഇവിടുത്തെ ഒരു പ്രമാണം അതാണ്, കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നാം
സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുമ്പോൾ ദൈവം അതിന് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. എൻ്റെ കയ്യിൽ 10,000 രൂപ വരുന്ന ഒരാൾക്ക് 20 രൂപ വേണം, ഒരു 200 രൂപ വേണം, ഞാൻ അതെടുത്ത് കൊടുത്തു. അതിനെന്താ? 10,000 200 പോയാൽ പിന്നെ എനിക്ക് 9,800 എന്നാൽ എൻ്റെ കയ്യിൽ 200 രൂപയേ ഉള്ളൂ. ഒരു മനുഷ്യന് 200 രൂപ 500 രൂപ വേണം സാറേ, എനിക്ക് ഇങ്ങനെ ചികിത്സയ്ക്ക് പോകാനോ മരുന്ന് വാങ്ങിക്കാൻ കാശില്ല, എനിക്ക് 500 രൂപയെങ്കിലും വേണം, സാർ എന്തെങ്കിലും സഹായിക്കണം. ഞാനവർക്ക് എൻ്റെ 200 ഉള്ളൂ, ആകെ കൂടെ അതെടുത്ത് അയക്ക് കൊടുത്തു, ബാക്കിയുള്ള ദൈവം തരും, എൻ്റെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ കൊടുക്കുന്ന ആളുകളില്ല. അങ്ങനെ കൊടുക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. ഈ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും നമ്മുടെ വിശ്വാസികളൊന്നും അനുഭവിച്ചിട്ടൊന്നുമില്ല, ഒട്ടും അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കാത്തത് കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ അധ്വാനിച്ചൊക്കെ ജീവിക്കുന്നു, തട്ടിമുട്ടിയൊക്കെ ജീവിക്കുന്നു. ദൈവത്തിന്റെ ഔദാര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കൊടുക്കുന്ന ശീലം വളർത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് സംതൃപ്തി, നമുക്ക് പര്യാപ്തത ഉണ്ടാവും. അപ്പോസ്തലർ പ്രവൃത്തി 20 അധ്യായത്തിന് 35-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ വായിച്ചു, ഒരു പ്രാവശ്യം വായിക്കാം. എഫെസോസിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തിയിട്ട് അവരോട് പൗലോസ് പറയുമ്പോൾ അതിന്റെ 20-35 പൗലോസ് കൊടുക്കുന്ന കാര്യത്തിൽ ദൃഷ്ടാന്തമാണ്. എന്ത് കൊടുക്കുന്ന കാര്യത്തിൽ? അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി പ്രാപ്തി ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കും. അതാണ് പൗലോസിന്റെ വാദം. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ ആരോടെ പറഞ്ഞപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞു, ഏതൊരു പരിപാടിക്ക് കാശ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ ദൈവത്തിൽ ഒരു തീരുമാനം ചെയ്യാൻ പറഞ്ഞു. പണിക്കൊക്കെ പോകുന്നവരെ എല്ലാവരും തിങ്കളാഴ്ച ദിവസം കർത്താവെ കിട്ടുന്ന ശമ്പളം ഈ പരിപാടിക്ക് വേണ്ടിയുള്ളതാണ്. തിങ്കളാഴ്ച ആദ്യത്തെ ദിവസം, പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഈ ദിവസങ്ങളിൽ കിട്ടുന്ന നിങ്ങളുടെ ചെലവ്. അങ്ങനെ കർത്താവിനോട് പറഞ്ഞ് എല്ലാ തിങ്കളാഴ്ചയും. ശനിയാഴ്ചത്തെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അന്ന് ചിലപ്പോൾ പണിക്ക് നമ്മൾ പോകില്ല. തിങ്കളാഴ്ച ആദ്യത്തെ ദിവസം അപ്പൊ അങ്ങനെ ഒന്ന് കൊടുത്ത് എല്ലാ തിങ്കളാഴ്ചയും കിട്ടുന്ന പണി, കർത്താവ് എനിക്ക് പണി തരേണ്ട തിങ്കളാഴ്ച നിനക്കുള്ള പണിയാണ് എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച കർത്താവ് പണി തരും. അതിന്റെ കാശ് മുഴുവനും കൊണ്ട് കർത്താവിന് കൊടുക്കുക. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ കർത്താവ് പണി തരാതിരിക്കുമോ? ഇല്ല, കർത്താവ് പണി തരും. അതാണ് പൗലോസ് പറഞ്ഞത്. ഇങ്ങനെ അധ്വാനിച്ച് ഇല്ലാത്തവരെ സഹായിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം പറഞ്ഞു. പൗലോസ് രാത്രി മുഴുവൻ ഇരുന്ന് കൂടാരം നെയ്യും, പകൽ മുഴുവൻ പോയി ബൈബിൾ പഠിപ്പിക്കുകയും സുവിശേഷം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്നതായിരിക്കുന്ന കാശ് കൊടുത്ത് പാവങ്ങളെ, ഇല്ലാത്തവരെ സഹായിക്കും. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയാം, കൊടുക്കുന്നത് ശീലിക്ക്. അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അധ്വാനിക്കുന്ന നമ്മൾ തിന്നുന്നു. ഈ കാശെന്ന് പറയുന്നതിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യാതൊരു ആത്മീക മൂല്യവും ഇല്ലാത്തൊരു സാധനമായി പണം എന്ന് പറയുന്നത്. ഒരു ആത്മീക മൂല്യവും അതിനെ മൂല്യമുള്ളതാക്കി തീർക്കുന്നത് നാം അതിനെ എങ്ങനെ ചെലവാക്കുന്നു എന്നതുകൊണ്ടാണ്. ആത്മീക മൂല്യം ഇല്ലാത്ത ഒരു വസ്തുവിനെ ആത്മീക മൂല്യം ഉള്ള ഒരു വസ്തുവാക്കി മാറ്റാൻ നമുക്ക് കഴിയും, അതിനെ ശരിയായി ഉപയോഗിച്ചാൽ. 49-ാമത്തെ സങ്കീർത്തനം എടുത്തേ, 49-ാമത്തെ സങ്കീർത്തനം 6 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചേ. എന്താ ആദ്യം തുടങ്ങിയ എങ്ങനെയാ? 6-ാമത്തെ വാക്യം, അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. അവരവരുടെ ധനത്തിലാണ്. ഞങ്ങൾക്ക് ഇത്രയൊക്കെ വസ്തുകൊണ്ട്, ഇത്രയുണ്ട്, ഇന്നതുണ്ട്, ഞങ്ങൾക്ക് കോടിക്കണക്കിനുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അവന്റെ അനുജനോ ജ്യേഷ്ഠനോ സഹോദരൻ, സ്വന്തപ്പെട്ടവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുമ്പോൾ ഈ പണം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇന്നത്തെ കാലത്ത് തന്നെ പറഞ്ഞ് നമുക്ക് വലിയൂർ എവിടെയെങ്കിലും കൊണ്ടുപോകാം, എയർ ടാക്സി ഒക്കെ ഉണ്ട്. ആ എയർ ടാക്സി വിളിച്ചു പോകാന്ന് പറയാം. ഇവിടുന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ വലിയൂർ കൊണ്ടുപോകാന്നൊക്കെ പറയും. പക്ഷെ ജീവനെ രക്ഷിക്കാൻ അതിനൊന്നും സാധിക്കില്ല. ഇപ്പൊ പറയാ, സഹോദരന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാ. ഈ പണം ഉള്ളവൻ, ഈ പണത്തിൽ ആശ്രയിക്കുന്നവന് അവന്റെ പണം അവിടെ വെച്ചുകൊണ്ടിരിക്കാമെന്നല്ലാതെ മരിക്കുന്ന അവന്റെ സഹോദരനെ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല. അപ്പൊ പണത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ വേണം. ഈ പണം എന്ന് പറയുന്ന സാധനം അത് അതിൽ തന്നെ വലിയ ഉപയോഗവും പണവും എന്നുള്ളതല്ല. പിന്നെ അതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. നിങ്ങളുടെ ഈ അനീതിയുള്ള മാമം വിട്ടുപിരിയുമ്പോൾ ആ സ്നേഹിതന്മാർ നിങ്ങളെ നിത്യകൂടാരങ്ങൾ പാർപ്പിക്കും, ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞു. ഈ പണമെന്ന് പറയുന്ന അനീതിയുള്ളതാ, അതിൽ തന്നെ അനീതിയുള്ളതാ. കാരണം എന്താന്ന് ചോദിച്ചാൽ, അനീതിയുള്ളവന്റെ മുദ്രയല്ലേ. കർത്താവ് പറഞ്ഞില്ലേ, ഒരു പണം കാണിക്കാൻ, ജന്മപ്പണം കാണിക്കാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചത് ആരുടെ മുദ്രയാന്ന് ചോദിച്ചാൽ, ആരുടെ മേലെടുത്ത്? അത് കൈസരുടെ. എവിടെ കൊടുക്കാൻ പറഞ്ഞു? കൈസർ കൊടുത്തു.
പഴയ നിയമം മുഴുവൻ വായിച്ചാൽ കർത്താവിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാം ദശാംശമാണ്. ആടിന്റെ ദശാംശം കൊടുക്കുക, പശുവിന്റെ ദശാംശം കൊടുക്കുക, നെല്ലിന്റെ ദശാംശം കൊടുക്കുക, ഗോതമ്പിന്റെ ദശാംശം കൊടുക്കുക, മുന്തിരിയുടെ ദശാംശം കൊടുക്കുക, ബീഞ്ഞിന്റെ ദശാംശം കൊടുക്കുക. സാധനങ്ങളാ. വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് അരശേക്കൽ മാത്രമേ ഉള്ളൂ കാശായിട്ട് കൊടുക്കണം. ഒന്നും കാശായിട്ട് കർത്താവിന് വേണ്ട. മാമോനെ കവർ കൊടുത്തേക്ക്, കൈസന്റെ കൈസ കൊടുത്തേക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട. ഞാൻ നിങ്ങളുടെ നിലം അനുഗ്രഹിക്കും, നിങ്ങളുടെ മുന്തിരി അനുഗ്രഹിക്കും, അത്തി അനുഗ്രഹിക്കും, ഒലിവിനെ അനുഗ്രഹിക്കും. അതിൽ നിങ്ങൾക്ക് ഫലം എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 10 കൊണ്ടുവന്നിട്ട് തലത്തിൽ കൊണ്ടുവച്ചേക്കാം. നമ്മൾ അങ്ങനെ കൊടുക്കാൻ പഠിച്ചിട്ടില്ല. നമുക്കുള്ള സാധനങ്ങളിൽ ഒന്നും ദശാംശം നമ്മൾ കൊടുക്കുന്നുണ്ട്. അക്കാര്യം പറയുമ്പോൾ ഞാനും കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദശാംശത്തിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത് വിശ്വാസം എനിക്കുണ്ട്. അത് എങ്കിലും 10 തേങ്ങ ഇടുമ്പോൾ 1 തേങ്ങ അങ്ങോട്ട് മാറ്റിയിടുന്ന ഒരു സ്വഭാവം ഇപ്പോഴെനിക്കില്ല. ആ തേങ്ങയുടെ കാശും കൊടുത്തേക്കാം, തേങ്ങയായിട്ട് മാറ്റിയിടുക. കർത്താവിന് ആ തേങ്ങ തന്നെയാണ് വേണ്ടത്. എങ്കിലേ കർത്താവ് തേങ്ങ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തില് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല, ഈ പണത്തെക്കുറിച്ചും ലോകത്തിന്റെ സമ്പത്തിനെ കുറിച്ചും പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്: മിസ്രൈമിന്റെ ധനത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്നയാണ് വിലയേറിയത്. വലിയൊരു ത്ലാസ് എടുത്തിട്ട് അതിന്റെ ഒരു തട്ടിൽ മിസ്രൈമിന്റെ നിക്ഷേപം മുഴുവനും വെയ്യ, ഫറവോന്റെ മുഴുവൻ സ്വത്തും വെയ്യ. എന്നിട്ട് മറ്റേ തട്ടില് ക്രിസ്തുവിന്റെ നിന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിക്കാൻ പോയതുകൊണ്ട് കിട്ടുന്ന നിന്നയും പരിഹാസവും എല്ലാം വെച്ച് ഏതിനാ കൂടുതൽ ഭാരമെന്നറിയാം? ഇതിനാ. പണ്ടുകാലത്ത് ഈ 1-ാം നൂറ്റാണ്ടില് അല്ലെ 2-ാം നൂറ്റാണ്ടില് വിശ്വാസികൾക്കുണ്ടായിരുന്ന ഒരു തെറ്റായ മനോഭാവം, അതിന് പറയുന്ന മാർട്ടിയേഴ്സ് മെന്റാലിറ്റി എന്ന് പറയും. മാർട്ടിയേഴ്സ് മെന്റാലിറ്റി, അതായത് രക്തസാക്ഷിയാകാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. എന്നെ ഒരു രക്തസാക്ഷി ആക്കുന്നില്ല, നീ എന്നെ കൊല്ലുന്നില്ല, എന്നെ എണ്ണയ്ക്കകത്തിട്ട് വേവിക്കുന്നില്ല, എന്നെ തീക്കകത്തിട്ടുന്നില്ല, എന്നെ എന്തല്ലാത്തത്, ഇങ്ങനെ ആളുകൾ പറയും. അതുകൊണ്ട് അവർ മനഃപൂർവ്വം ഈ മരിക്കുന്നത്, രക്തസാക്ഷിയായിട്ട് മരിക്കുന്നവർക്ക് ഭയങ്കര അഭിമാനമുള്ള ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് അവരിങ്ങനെ ചെന്ന് നിന്ന് ആളുകളോട് പറയും, എന്തെങ്കിലുമൊക്കെ അവൻ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലത്തൊക്കെയുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ചീത്തയൊന്നും വിളിക്കുന്നതല്ല, സുവിശേഷമോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞ് രക്തസാക്ഷിയാകും. അങ്ങനെ ഒരു മാർട്ടീഴ്സ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു അവർ. അപ്പൊ മിസ്രൈമിന്റെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്നയാണ് നല്ലതായി. ഇന്നത്തെ ഉപദേശിമാർക്ക് മാർട്ടീഴ്സ് കോംപ്ലക്സ് അല്ല ഉള്ളത്, മർഡറേഴ്സ് കോംപ്ലക്സ് ആണ് ഉള്ളത്. രക്തസാക്ഷികളുടെ മനോഭാവങ്ങളുള്ളത് കൊലയാളികളുടെ മനോഭാവമാണ്. കൊലയാളിയുടെ മനോഭാവം എന്താ? മിണ്ടിപ്പോയ കൊന്നുകളി, മിണ്ടിപ്പോയ. നമുക്ക് അങ്ങനെ മനോഭാവം നമുക്കുള്ളത്. നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നമ്മെ അപമാനിക്കുന്നവരെ വെറുതെ വിടുത്തി. അപ്പോ എബ്രായ ലേഖനത്തിലാണല്ലോ അത് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസ വീരന്മാരുടെ ഹോൾ ഓഫ് ഫെയിം, അതിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കുറെ ആളുകളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവർക്ക് മിസ്രൈമിന് നിക്ഷേപത്തെക്കാളും ക്രിസ്തുവിന് നിന്നയാണ് നല്ലത്. മോശ മിസ്രൈമിലെ ഫറവോനായിരിക്കേണ്ട മനുഷ്യനാണ്. അദ്ദേഹം അത് വിട്ടുപോകുന്നപ്പോ അദ്ദേഹത്തിന് കിട്ടിയത് എന്താ? കുറച്ച് നിന്നയും പരിഹാസവും. ഒന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നതിന് ഒരു കല്ലെടുക്കുവാനും ഇവനെ കൊല്ലാമെന്നും പറഞ്ഞു. നീ ഒരുത്തനാണ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുക മരുഭൂമിയിൽ. പൗലോസ് അതൊക്കെ മോശ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് ഒരു ചെറിയ ചിരിയൊക്കെ വന്നു. ഫറവോന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനേക്കാൾ ഇവന്റെ കല്ലേറ് കൊള്ളുന്നതാണ് നല്ലത്. അത് നമുക്ക് വേണം. സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ അത് വേണം, തീർച്ചയായിട്ടും നല്ലതാണ്. നശിച്ചു പോകുന്നതായിരിക്കുന്ന ധനത്തിന്മേൽ നിന്റെ ആശ വെക്കരുത്, അത് നശിച്ചു പോകും. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് പണത്തിന്മേൽ ആശ വെക്കരുത്. പണത്തെ സംബന്ധിച്ചുള്ള ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക, അതിലിങ്ങനെ ആശ വെക്കരുത്. പണം ഇങ്ങനെ കൂടിക്കൂടി വരും. നമ്മുടെ പാസ്ബുക്ക് എടുത്ത് ഇങ്ങനെ നോക്കും, അത് 2000-ആയി, 3000-ആയി, 5000-ആയി, 8000-ആയി, 20,000-ആയി, 2 ലക്ഷമായി, 3 ലക്ഷം. അത് കാണുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. അതിൽ ആശ വെക്കരുത്. അത് കഴുകം പറന്നു പോകുന്ന പോലെ പറന്നു പോകും. അതിൽ വെക്കരുത്. പക്ഷെ നമ്മളെല്ലാം അതിൽ വെക്കുന്നവരല്ലേ. സഭാപ്രസംഗി 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തില് ശലോമോൻ പറഞ്ഞു, എത്ര പണം സമ്പാദിച്ചാലും തൃപ്തി വരികയില്ല. ഒരു മനുഷ്യൻ, അവന് ഭാര്യയുമില്ല, അവന് മക്കളുമില്ല, അവന് ആരുമില്ല. പക്ഷെ അവൻ കിടന്ന് അധ്വാനിക്കുന്ന അധ്വാനം ഉണ്ടാക്കുന്ന കാശും ഇത് കണ്ട അവന് മറ്റേ തൃപ്തി വരുമോ? ഒരു തൃപ്തിയും വരുന്നില്ല. എന്തിനാ സഹോദരന്മാരെ അങ്ങനെ അധ്വാനിക്കുന്നത്? എന്തിനാ അങ്ങനെ അധ്വാനിക്കുന്നത്? വാരി വിതറി ദേശന്മാർക്ക് കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ ഉള്ളതായിരിക്കുന്നതാണ്, കാശ് കണ്ടൊന്നും തൃപ്തി വരികയില്ല. ആ സഭാപ്രസംഗിയുടെ 5-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യം വായിച്ച്,
അതെ, പറയാ ആകാശത്തിന്റെ കീഴിൽ ഞാൻ കണ്ട ഒരു തിന്മയുണ്ടെന്ന് പറഞ്ഞു. എന്താ തിന്മ? ഒരു മനുഷ്യൻ പണം സമ്പാദിച്ച് കൂട്ടി 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 വെച്ചിട്ട് അവന് അനർത്ഥത്തിന് കാരണമായി, അവന് തന്നെ ദോഷത്തിന് കാരണമായി. പണം അങ്ങനെയാണ്. പണം ചിലപ്പോൾ നമ്മുടെ മരണത്തിനിടയാക്കും. നമ്മുടെ വീട്ടിൽ ഒത്തിരി കാശുണ്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ രാത്രി കള്ളന്മാർ കയറി നമ്മളെ കൊന്നിട്ട് തെളിച്ചുകൊണ്ട് പോകും. ഇപ്പൊ ഒരാളുണ്ട്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അൽമാര എപ്പോഴും തുറന്നിട്ടേക്കെന്ന് പറഞ്ഞു, അടച്ചിടത്തില്ല. അപ്പൊ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ അൽമാര പൂട്ടിയിട്ടില്ല, നിങ്ങൾക്ക് തുറന്ന് ഇതിലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോകാം. അതിൻ്റെ അതെങ്കിലും ഒന്നുമില്ല. അയാളുടെ 2 ഷർട്ടും പാനും ഭാര്യയുടെ 1 സാരിയും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ പറയും ഈ അൽമാര നശിപ്പിക്കരുത്, വെട്ടി നശിപ്പിക്കേണ്ട, ഇത് ഞങ്ങൾ തുറന്ന് തന്നെ ഇട്ടിരിക്കും, നിങ്ങൾ തുറന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തുകൊണ്ട് പോകും. നമ്മൾ ഈ 3 കൂട്ടും 4 കൂട്ടും കൊണ്ട് പൂട്ടും. പൂട്ട് ബലമായിരിക്കുന്നതോടൊന്നും കള്ളന്റെ ചിന്ത എന്താ? ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് എന്നുള്ളതാണ്. അതാ അനർത്ഥത്തിന് വേണ്ടി നാം കൂട്ടുവെക്കുന്നതായിരിക്കുന്ന പണം എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെയുള്ള കൂട്ടിവെപ്പുകൾ ഇല്ലാതിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലത്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലെ കർത്താവ് ധനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വലിയ പ്രസ്താവനയുണ്ട്. മത്തായി 13:22. അതാണ് ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും എന്തിനെയാണ് ഞെരുക്കിക്കളയുന്നത്? വചനത്തിന്റെ പ്രയോജനത്തെ ഞെരുക്കിക്കളയും. എന്തോ ഒരു പ്രസംഗം, എന്തോ ഒരു ക്യാമ്പുകൾ, ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ ക്യാമ്പിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ചിന്തിക്കുന്നത് നാളെ ആ വീട്ടിലെ കുറച്ച് പണി ചെയ്യാനുണ്ട്, ഈ വീട്ടിൽ പണി ചെയ്യാനുണ്ട്, നാളെ അവിടുത്തെ പെയിന്റിങ് എടുത്താൽ, നാളെ ഇവിടുത്തെ ഇത് ചെയ്യാനുണ്ട്, ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഈ ധനത്തിന്റെ ചിന്തകളെല്ലാം കൂടെ ഈ കേട്ടതായിരിക്കുന്ന വചനത്തിന്റെ വീതം എന്ത് ചെയ്യും? അതിനെ അങ്ങ് ഞെരുക്കിക്കളെ. പണ്ടാരോ തമാശന് പറഞ്ഞു, എൻ്റെ കയ്യിൽ 12,000 രൂപ ഉണ്ടായിരുന്നു, ഞാനതുകൊണ്ട് ബാങ്കിലിട്ടു. അത് കഴിഞ്ഞിട്ട് വലിയ മുതലാളി കൊണ്ടുവന്ന് അയാൾ 2 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ അയാളെ 2 ലക്ഷം രൂപയുടെ കീഴിലായി പോയി. 2,000 രൂപ എനിക്ക് എടുക്കാൻ വയ്യാന്ന് തമാശയായിട്ട് പറയുന്ന എന്ന് പറഞ്ഞ പോലെയാണ് ഈ നമ്മുടെ ഈ കേട്ട വചനം മുഴുവനും ഒരു പ്രയോജനവും നമുക്ക് ചെയ്യുകയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ധനത്തിന്റെ വഞ്ചനയും ആഗ്രഹങ്ങളും. നാം ആ ദൈവവചനം കേൾക്കാനായിട്ട് വരുന്ന സമയത്ത് നാം ചിന്തിക്കുന്നത് എന്താ? നാളത്തെ ജോലിയെക്കുറിച്ചും നാളത്തെ പരിപാടിയെക്കുറിച്ചും ഒക്കെയാണ്. വചനം വല്ല പ്രയോജനം ചെയ്യുമോ? ഒരു പ്രയോജനം ചെയ്യും. നല്ല ധനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുള്ളും കല്ലും എല്ലാം പെറുക്കി കളഞ്ഞതാ. വചനത്തെ ഞെരുക്കി കളയാൻ അവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. വചനം വിത്ത, അത് വിതച്ചു, അത് മുളച്ചു, വേര് താഴോട്ട് പോയി, ചെടി മുകളോട്ട് വളർന്നു. അതിനെ ഞെരുക്കി കളയാനൊന്നും ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഈ കേട്ട വചനം, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ ഇടയിൽ കിട്ടുന്നത്രയും വചനം കിട്ടുന്ന വേറൊരു സമുദായം ഇന്ത്യയിലില്ല. എന്തോ ഒരു ക്യാമ്പുകള്, എന്തോ ഒരു കൗൺസിലിംഗ് ക്ലാസ്സുകള്, എന്തോ ഒരു LTCകള്, IBSകള്, മാരേജ് പ്രിപ്പറേഷൻ ക്യാമ്പുകള്, എന്ത് വേണ്ട കൗൺസിലിങ്ങൾ, എന്തെല്ലാം ഉണ്ട്. വല്ല ഗുണവും ഉണ്ടോ? ഒരു ഗുണവും ഇല്ല. എന്താ കാര്യം എന്നറിയാമോ? ധനത്തിന്റെ മോഹങ്ങളെ ഞെരുക്കിക്കളയും. ഈ കഴിഞ്ഞ 1 വർഷം നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പരാതി അയൽക്കാർക്കോ ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ധനത്തെക്കുറിച്ചല്ലേ? അല്ലേ? ധനം സംബന്ധിച്ച് എന്താ? നിങ്ങളുടെ കൃഷിയെക്കുറിച്ചാകാം, നിങ്ങളുടെ റബ്ബറിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തെങ്ങിനെ കുറിച്ചാകാം, എന്തിനെ കുറിച്ചെങ്കിലും അയൽക്കാരനുമായിട്ടും ആൾക്കാരായിട്ടും എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെയാണ്. അതാണ്. അല്ല നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കേട്ടു, അതാണോ പ്രശ്നത്തിന്റെ കാര്യമല്ല. നമ്മൾക്ക് അറിയാഞ്ഞാലും അറിയാതെ നമ്മളൊക്കെ നല്ല വിശ്വാസികളും കർത്താവിനെ സ്നേഹിക്കുന്നവരും ഒക്കെ. പക്ഷെ ഇതിനിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ധനത്തിന്റെ വാഞ്ച, ധനത്തെക്കുറിച്ചുള്ള ചിന്തകള് നമ്മളെ കണ്ടമാനം ഉപദ്രവിക്കുന്നുണ്ട്. പൗലോസ് 1 തിമോത്തിയോസ് 6:17 പറഞ്ഞു. 1 തിമോത്തിയോസ് 6:17 വായിച്ചേ. ആരോടാ പറഞ്ഞത്? ഈ ലോകത്തിലെ ധനവാന്മാരുടെ എന്ന് പറഞ്ഞാൽ ഭൗതികമായി എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾ. അവർക്ക് നല്ല ജോലിയുണ്ട്, പാടമുണ്ട്, പറമ്പുണ്ട്, ഇൻകം ഉണ്ട്, റബ്ബറുണ്ട്, അതുണ്ട്, ശമ്പളമുണ്ട്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളോട്, ഈ ലോകത്തിലെ ധനവാന്മാരോട് തിമോത്തിയോസിനോട് പറഞ്ഞു ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ധനം എന്ത് ചെയ്യണം? ഈ നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ വെക്കാതെ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുക. എന്നിട്ട് സ്വർഗത്തിൽ നിക്ഷേപം കൊടുക്കാൻ ഒക്കുവോ? കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു ധനവാനായ മനുഷ്യനുണ്ടല്ലോ. കർത്താവിന്റെ അടുക്കൽ വന്നതായിരിക്കുന്ന ധനവാനായ മനുഷ്യൻ എന്താ പ്രശ്നം ഉണ്ടായിരുന്നത്? കർത്താവ് പറഞ്ഞില്ലേ നിനക്കുള്ളതെല്ലാം വെറ്റി ദരിദ്രന് കൊടുക്കാൻ. എന്നിട്ട് അവൻ എന്താ സാധിക്കാഞ്ഞത്? അവൻ ധനവാനാകൊണ്ട് ദുഃഖിച്ചു പോക്കളഞ്ഞത്. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകാനുള്ള മാർഗമാണ് കർത്താവ് പറഞ്ഞു കൊടുത്തത്. നീ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന അനുഗമിക്കും, നിനക്ക് സ്വർഗത്തിൽ നിശ്ചയം ഉണ്ടാവും. അവൻ പറഞ്ഞു എനിക്ക് കാശുള്ളത് കൊണ്ട്, സ്വത്തുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് ഒക്കില്ലെന്നോ. പണത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യർക്ക് ഒക്കില്ല. ഒത്തിരി സ്വത്തൊന്നും വേണ്ട.
വളരെ കുറച്ച് മതി. പക്ഷെ അതേ മുറുക്കിക്കുള്ള പിടുത്തം ഉണ്ടല്ലോ, ആ പിടുത്തം എന്ന് പറയുന്നത് ആർക്കും വിടുവിക്കാനായിട്ട് കഴിയും. സ്വത്തിനെ സ്നേഹിക്കാത്ത ആളുകളുണ്ട്, അവർ നല്ലവരാ. പക്ഷെ ചിലർ നല്ലവരല്ല. അവർ സ്നേഹിക്കാതിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, സ്വർഗത്തെ സ്നേഹിക്കുന്നുണ്ടൊന്നുമല്ല. ഒരു കള്ളിനെയും ചാരായത്തെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്, പണത്തെ സ്നേഹിക്കുന്നില്ല. 500-ന്റെയോ 2000-ന്റെ നോട്ട് അങ്ങനെ എടുത്തങ്ങോട്ട് എറിയല്ലേ, ഇതൊരു കുപ്പി കൊണ്ടല്ലേ ഞാൻ പോകുന്നത്. അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു. ദൈവമൊക്കെ കൊടുക്കണം, ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കണം. കൊടുക്കുന്ന ആളുകൾ കയറി വരും, എല്ലാത്തവരും കയറി വരികില്ല. ഞങ്ങളൊക്കെ ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത വീട് ഞങ്ങളുടെ കെട്ടിടത്തിന് ഉടമസ്ഥന്റെയാണ്. അടുത്ത വീട് എല്ലാം ഇങ്ങനെ വീടുകളാണ്. അപ്പോ അവിടെ എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഈ കുഷ്ഠരോഗികൾ ഭിക്ഷാടനത്തിൽ വരും. ഒരു 10-15 കുഷ്ഠരോഗികളെങ്കിലും വന്ന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരിക്കൽ എൻ്റെ ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾ ആ വീട്ടിൽ പോവില്ല, അടുത്ത വീട്ടിൽ പോവില്ല, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ മാത്രം എല്ലാവരും വരുന്നത് എന്താന്ന്? അപ്പൊ അവർ പറഞ്ഞതേ, ആ വീട്ടിലേക്ക് ചെന്നാൽ ഒന്നും തരുവില്ല. തരുന്ന ഒരു വീടാ ഇത്. ഞങ്ങൾക്ക് വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട് കുഷ്ഠരോഗികളുടെ. ആ മീറ്റിംഗ് ഞങ്ങൾ പറയും, ഏത് വീട്ടിൽ ചെന്നാൽ കിട്ടുമെന്ന് ഞങ്ങൾ പറയും. ആ വീട്ടിലെല്ലാവരും വരുന്നത്, അല്ലാത്തത് പോകില്ല. അപ്പൊ കുഷ്ഠരോഗികൾ വൈകിട്ട് പറഞ്ഞു, ആ ഇന്നടത്ത് ആ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നേരെ മുന്നിൽ ഒരു വീടുണ്ട്, 2 നില കെട്ടണം, ആ വീട്ടിൽ ചെന്ന കാശ്. എന്നടുത്ത വീട്ടിലും പോകില്ല, അടുത്ത വീട്ടിലും പോകില്ല, തരൂല്ല. വാങ്ങുന്ന തെണ്ടുകൾക്ക് പോലും കൊടുക്കുന്ന തെണ്ടുകൾ ആരൊക്കെയാണെന്നറിയാം. എൻ്റെ അടുക്കൽ ഒരു ധർമ്മക്കാരൻ കൊണ്ടുപോകാൻ, ധർമ്മക്കാരല്ല, ഒരു മാന്യനായ മനുഷ്യനാണ്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, സാറേ ഞാൻ തെണ്ടുന്നവനോട് ഇല്ലെന്ന് പറയുന്ന ഒരു തെണ്ടിയോട് ഒന്നും ചോദിക്കാറില്ല. സാർ എനിക്ക് 5 രൂപ. ഞാൻ എന്ത് ചെയ്യണം? തെണ്ടുന്നവനോട് ഇല്ല എന്ന് പറയുന്ന തെണ്ടിയോട് ഞാൻ ചോദിക്കാറില്ല. സാർ എനിക്ക് 5 രൂപ തരാൻ പറഞ്ഞു. ഞാൻ 5 രൂപ എടുത്ത് കൊടുത്തേച്ച് ഒരു സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. കണ്ടുപോയത്. ഞാൻ പറഞ്ഞു, തെണ്ടികൾക്ക് പോലും കൊടുക്കുന്ന തെണ്ടികളും കൊടുക്കാത്ത തെണ്ടികളും വരാന്നറിയാം. നമ്മൾ ഈ കൊടുക്കാത്ത തെണ്ടിയാന്നൊരു തെണ്ടി പറയുന്നത് ഒരു നാണക്കേടല്ലേ? അപ്പൊ പൗലോസ് പറഞ്ഞ് വാരി പിതറി കൊടുത്തോളാനാ പറഞ്ഞത്. അങ്ങനെ വാരി പിതറി കൊടുക്കണമെങ്കിലേ സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ 7-8 വാക്യങ്ങൾ പറഞ്ഞതായിരിക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ഒക്കൂ. അവിടെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നൊരു ആശയം അവിടെയുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത്? ദൈവത്തിൽ ആശ്രയിക്കാതെ എന്തിൽ ആശ്രയിക്കുന്നു? ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുന്നു. എനിക്ക് മാസം 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്, 3 ലക്ഷം രൂപ ശമ്പളമുണ്ട്. നമ്മുടെ ഇതിലേക്ക് 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒത്തിരി സഹോദരന്മാരുണ്ട്. 5 ലക്ഷം രൂപ കൂടുതൽ മാസം ശമ്പളം വാങ്ങുന്ന അനേക ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരിപ്പോ അവര് മാസം തോറും 2 ലക്ഷം 5 ലക്ഷം കിട്ടുന്നുണ്ട്, ഭാര്യയ്ക്ക് 2 ലക്ഷം കിട്ടുന്നുണ്ട്, 7-8 ലക്ഷം രൂപ മാസം തോറും വീട്ടിൽ കൊണ്ടുവന്നതായിരിക്കുന്ന ആളുകളാണ്. അവർക്കിപ്പോ ദൈവത്തിൽ ആശ വെക്കേണ്ടതിനാണ്. ദൈവം എനിക്ക് നാളത്തേക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നത് എന്താന്ന് ചോദിച്ചാൽ അവരങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം അവർക്കില്ല. എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞു, കർത്താവിന്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കില്ലെന്നു, ലോർഡ്സ് പ്രേയർ ഞാൻ പ്രാർത്ഥിക്കില്ലെന്ന് പറഞ്ഞു. കാരണം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് നൽകണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. ഏതൊക്കെ റേഷൻ കട പൂട്ടിയാലും എന്തൊക്കെ വന്നാലും 1 മാസത്തേക്കുള്ള ആഹാരം എൻ്റെ വീട്ടിലുണ്ടെന്ന്. എനിക്ക് ഒരു കേടും വരും. എൻ്റെ ഫ്രീസറിൻ്റെ അകത്ത് നിറച്ച് ഇറച്ചി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ചാക്ക് കണക്കിന് അരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, 10-15 കിലോ പഞ്ചസാര വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോകം അവസാനിക്കുമ്പോൾ 1 മാസം കൂടി ഉള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് ആ 1 മാസം നിൽക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ലോർഡ്സ് പ്രേയർ വാങ്ങി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് ചോദിച്ചു വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. കർത്താവേ, ഫ്രീസറിൽ ഇരിക്കുന്ന ഇറച്ചി കേടാകാനായിട്ട് കറണ്ട് പോയാൽ മതി, ചാക്കിലിരിക്കുന്ന അരി പൂത്തുപോയാൽ മതി, അല്ലെ അതിൻ്റെ അകത്ത് എരി കയറി മൂത്രം ഒഴിച്ചാൽ മതി, നമ്മൾ എലിപ്പനി പിടിച്ച് നമ്മളങ്ങ് നോക്കുള്ളൂ. അപ്പോ പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചെങ്കിലേ വെക്കൂ. ഞാൻ അതിലെ ഒരു നാഴി അരി എടുത്ത് കഞ്ഞി വെക്കുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും യാതൊരു രോഗവും ദോഷവും വരാതെ കൊണ്ട് നീ സൂക്ഷിക്കണമേ. അപ്പൊ അരി ഇല്ലാത്തവർ വന്നാൽ അവർക്കും വാരി കൊടുക്കണം. അപ്പൊ ദൈവസമ്പത്തിൽ ആശ്രയിക്കരുതെന്നാണ്, സമ്പൽ സമൃദ്ധിയിൽ ആശ്രയിക്കരുത്. പക്ഷെ നമ്മളെല്ലാവരും ആശ്രയിക്കും. നമ്മൾ ദൈവത്തോട് പണം തരണമെന്നോ നമ്മൾക്ക് തരണം എന്ന് പറയാം. നമുക്ക് ഇല്ലാത്തപ്പോഴാ, ഉള്ളപ്പം പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്ക് സമൃദ്ധി ഉള്ളപ്പം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവവേദനല്ല. നിങ്ങളുടെ സമൃദ്ധിയിൽ ദൈവത്തോട് നിങ്ങൾ അന്നത്തെ ആഹാരത്തിന് വേണ്ടി ചോദിച്ചു വാങ്ങുന്ന ശീലം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളൊന്നും ദൈവത്തോട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്ന ആളുകളല്ല. നിങ്ങൾ ദ്രവ്യത്തിലും സമൃദ്ധിയിലും ആശ്രയിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആശ്രയിക്കാൻ പാടില്ല. അപ്പൊ ഭൗതികമായിരിക്കുന്ന ധനത്തെക്കുറിച്ച് ശരിയായ ഒരു നിലപാട് നമുക്ക് ആവശ്യമാണ്. 62-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ.
ഈ പീഡനത്തിലും കവർച്ചയിലും പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ലോകത്തിലെ പണം ഒരുപാടുള്ള ആളുകൾ ഏതെങ്കിലും വിധത്തിൽ ഉള്ള അൺഎത്തിക്കൽ ധാർമ്മികമല്ലാത്ത മാർഗങ്ങളിൽ കൂടെയാണ് അവർ പണം സമ്പാദിക്കുന്നത്. അന്നത്തെ ഇത് അതെഴുതിയ കാലഘട്ടത്തിൽ ധനവാന്മാരായി പാവങ്ങളെ പീഡിപ്പിക്കും. ഇപ്പോ ആഹാബ് തന്നെ നമുക്കറിയാം. ആഹാബ് ഒരു പാവപ്പെട്ട മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊന്നിട്ടല്ലേ അയാൾ സ്വത്തെടുത്തത്, നാബാലിനെ. അതുപോലെയുള്ളതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് ആളുകൾ പണം ഉണ്ടാക്കുന്നത്. അതൊക്കെ പറഞ്ഞ് നീ അതിലൊന്നും ആശ്രയിക്കരുതെന്ന് പറഞ്ഞു നീ പണത്തിൽ ആശ്രയിക്കരുത്, ധനത്തിൽ ആശ്രയിക്കരുത്. ധനത്തിൽ ആശ്രയിക്കാനായിട്ട് പാടില്ല, ഒരിക്കലും മനസ്സ് വെക്കരുത് എന്നാണ്. ഒരിക്കലും ധനത്തിൽ നിന്റെ മനസ്സ് വെക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സദൃശവാക്യങ്ങൾ 30 അധ്യായത്തില് 7-8 വാക്യം. നിങ്ങളത് പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്, വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. 2 കാര്യം ചോദിക്കുന്നു. 1, എനിക്ക് സമ്പത്ത് തരുന്നു. 2, എനിക്ക് ദാരിദ്ര്യവും തരും. കാരണം ദാരിദ്ര്യം വന്നാൽ ഒരു ദിവസം ഇന്നൊന്നും കഴിച്ചില്ല, നാളെയൊന്നും കഴിച്ചില്ല, മറ്റേതൊന്നും കഴിച്ചില്ല, പിള്ളേർ കിടന്ന് കരയുമ്പോൾ അടുത്ത വീട്ടിൽ കയറിയാൽ അവിടെ ഒരു കപ്പ പൊക്കാനുള്ള ടെൻഡേഷൻ വരും. അഭിമാനം കൊണ്ട് ചെന്നൊരു കപ്പ് തരാമെന്ന് ചോദിക്കില്ല. ചിലപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ചെന്നൊരു കപ്പ് പൊക്കിക്കൊടുപ്പോൾ ഒരു ദാരിദ്ര്യം വന്നാൽ എത്ര നേരം പിടിച്ചിരിക്കും. അതുപോലെ സമ്പത്ത് ഇഷ്ടം പോലെ വന്നാൽ ഏത് ദൈവം ആര് ദൈവവും എന്തിന്? ദൈവത്തിന്റെ ആവശ്യം എന്താ? അപ്പോ 2 കാര്യം പ്രാർത്ഥിച്ചു. സമ്പത്തും തരാൻ പാടില്ല, ദാരിദ്ര്യവും തരാൻ പാടില്ല. പിന്നെ എന്ത് വേണം? അന്നത്തേക്ക് ആവശ്യമുള്ള, ഞാൻ വർഷങ്ങളായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവ് എന്നെ ഒരു കാരണവശാലും സമ്പന്നൻ, ഒരു കാരണവശാലും. അതുപോലെ എന്നെ ഒരു ദരിദ്രനുമാണ്. അപ്പൊ ഈ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും സമ്പന്നനാണെന്നാ എന്റെ വിചാരം, എന്റെ നിർവചനം അനുസരിച്ച്. ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും ദരിദ്രനുണ്ടോ എന്ന് എനിക്കറിയില്ല. സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ചെലവിനേക്കാൾ വരവ് കൂടുതലുള്ള ആളാണ് സമ്പന്നൻ. ചെലവ് 1 രൂപയും അല്ലെ 99 പൈസയും വരവ് 1 രൂപയുമാണെങ്കിൽ നിങ്ങൾ സമ്പന്നനാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും 1 പൈസ സമ്പത്തുണ്ട്. അപ്പൊ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ചെലവാക്കിയതിനേക്കാൾ നിങ്ങൾക്ക് വരവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്കി ചെലവെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാക്കി ഉണ്ട് എങ്കിൽ നിങ്ങൾ എത്രയുണ്ടോ അതിനോട് നിങ്ങൾ ധനവാന്മാരാ. അപ്പൊ ദാവീദ് പ്രാർത്ഥിച്ച് എന്താണെന്നറിയോ? എനിക്ക് എന്റെ ചെലവിനുള്ളത് നിങ്ങൾ തന്നാൽ മതി, അന്നത്തേക്ക് ആവശ്യമുള്ളത് തന്നാൽ മതി. വൈകിട്ട് കിടക്കുമ്പോൾ കാശുമില്ല, അധികം ഒന്നുമില്ല, രാവിലെ ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമെന്ന് പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിച്ചോളൂ. അപ്പൊ ദരിദ്രനും ആകരുത്, ധനവാനും ആകരുത്. അങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ ആർക്കെങ്കിലും? അങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുമോ? പണം ഉണ്ടാക്കാനായിട്ട് ഓടി നടക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. ഞാൻ ആരെയും കുറ്റം പറയല്ല, പക്ഷെ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോ അത് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നെ ഒരിക്കലും ധനവാനും ആക്കരുത്, ഒരിക്കലും ദരിദ്രനും ആക്കരുത്. മഹാദാരിദ്ര്യത്തിനും ഔദാര്യം കാണിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ, 2-ാം വാക്യം ഞാൻ നേരത്തെ വായിച്ചു. അവരുടെ മഹാദാരിദ്ര്യം ഔദാര്യം കാണിപ്പാനിടയായി. അതിനുശേഷമുള്ള 2 വാക്യങ്ങളുണ്ട്, 3-4 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 8-ന്റെ 3-4 വാക്യങ്ങൾ. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുക്കും. അപ്പൊ കൊടുക്കുന്നതിന്റെ ഫോർമുല എന്താണെന്നറിയോ? സത്യസന്ധമായി നിങ്ങൾക്ക് എത്ര കൊടുക്കാം? 100 രൂപ. അത് കൊടുത്താൽ പോരാ, പ്രാപ്തിക്ക് മീതെ കൊടുക്കണം. എനിക്ക് 100 സത്യസന്ധമായിട്ട് കൊടുക്കാനുള്ള പ്രാപ്തിയുള്ളൂ, പക്ഷേ ഞാൻ 110 കൊടുക്കും, എങ്കിലും അത് പ്രാപ്തിക്ക് മീതെയുള്ള കൊടുക്കാം. ആ 10 രൂപയെ പറ്റി പറഞ്ഞ് എനിക്ക് കഴിവുണ്ടായിട്ട് കൊടുക്കുക അല്ല, എന്റെ പ്രാപ്തിക്ക് മീതെ കൊടുക്കുക. മക്കതോനിയിലെ ആളുകൾ കൊടുത്തത് അങ്ങനെയാ. അവരെല്ലാം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എത്ര കൊടുക്കാം, നമുക്ക് എല്ലാം കൂടെ പിരിച്ച്, വീട്ടിലൊരാടുണ്ട് അതിനെയും വിറ്റ്, അല്ലെ ഇതും വിറ്റ്, അതെല്ലാം വിറ്റ് കൊടുത്താൽ നമുക്ക് എല്ലാം കൂടെ നമുക്ക് ഒരു 20,000 രൂപ കൊടുക്കാം. അത് പോരാ, പ്രാപ്തിക്ക് മീതെ കൊടുക്കും. നമുക്കത് 21,000 ആക്കണം, 21,000 ആക്കണം. അപ്പോഴേ നമ്മൾ പ്രാപ്തിക്ക് മീതെ കൊടുക്കും. നമ്മളെങ്ങനെ കൊടുക്കുന്നറിയോ? നമ്മൾ കൊടുക്കുന്നത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെയാ കൊടുക്കുന്നത്, അല്ലേ? ഒരു ഉപദേശി വന്നിട്ട് അതിൽ പോകുമ്പോൾ അതിക്ക് 2,000, 3,000, 5,000 എത്ര നിങ്ങൾ കൊടുക്കുമ്പോൾ ആ കൊടുത്തത് കൊണ്ട് സഭയുടെ കാര്യങ്ങളെല്ലാം ഈ ആഴ്ച മുടങ്ങി, കാരണം ഉപദേശി വന്നുള്ളതും കൊണ്ട് പോയി. നമ്മൾ അങ്ങനെ കൊടുക്കത്തില്ല. നമ്മൾ എത്ര കൊടുക്കത്തുള്ളൂ? നമുക്കൊരു കേടും വരാതെ അങ്ങനെ കൊടുക്കും. നമുക്കൊരു കേടും വരാതെ കൊടുക്കും. അങ്ങനെ കൊടുത്താൽ പോരാ. പ്രാപ്തിക്ക് മീതേ കൊടുക്കണം. പ്രാപ്തി പോലെ കൊടുക്കണം, പ്രാപ്തിക്ക് മീതേ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനോട് പറയണം ആത്മാർത്ഥമായിട്ട്, കർത്താവെ എനിക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി കൊടുത്തിട്ട് അതിന് മീതെ ഞാൻ കൊടുത്തു. പറ നിറച്ച് നല്ല അമ്മക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി വാരി അങ്ങ് ഇട്ടിട്ട് ഒരു മറിക്കുക.
അപ്പൊ അത് 10 അല്ല, ഒരു 12 കാണും. പ്രാപ്തി പോലെ കൊടുക്കാൻ 10 ഉള്ളൂ, പക്ഷെ കൊടുത്ത് 12 അത് പ്രാപ്തിക്ക് മീതെ കൊടുത്തു. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടൊന്നും ഒരു കുറവ് വരില്ലെന്നാ കർത്താവ് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നവർക്ക് ഒരു കുറവ് വരുന്നില്ല. കാരണം ആർക്കാ കൊടുക്കുന്നത്? കർത്താവിനല്ലേ കൊടുക്കുന്നത്. കർത്താവിനറിയാം പ്രാപ്തി പോലെയാണോ കൊടുത്തത്, പ്രാപ്തിക്ക് മീതെയാണോ കൊടുത്തത്. അതൊക്കെ കർത്താവിന് നന്നായിട്ട് അറിയാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യം കാണാം. മനപ്പാടം അറിയാൻ വയ്യാത്തവരാരും ഇവിടെ ഇല്ലല്ലോ, ഉണ്ടോ? ഫിലിപ്പിയർ 4:19 എന്താ പറയുന്നത്? എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിന്റെ മഹത്വം പോലെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി. അപ്പൊ ബുദ്ധിമുട്ടുണ്ട്. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പൗലോസിന് അറിയാം. പക്ഷെ അവരോടൊന്ന് പറഞ്ഞു, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തന്റെ ധനത്തിന്റെ മഹത്വത്തിന് അനുസരിച്ച് തീർത്ത് എന്ന് പറഞ്ഞാൽ, കർത്താവ് ഒരാളുടെ ദാരിദ്ര്യം തീർക്കുമ്പം ഇവന്റെ ദാരിദ്ര്യത്തിന്റെ അളവനുസരിച്ചല്ല തീർക്കുന്നത്, പിന്നെ കർത്താവിന്റെ മഹത്വം അനുസരിച്ചാ തീർക്കുന്നത്. പണ്ടൊരു ഭിക്ഷക്കാരൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ഭിക്ഷയ്ക്ക് പോയ കഥ ഞാൻ കേട്ടു. കഥയായിരിക്കും. ഇപ്പൊ രാജകൊട്ടാരത്തിൽ ഭിക്ഷക്കാർക്ക് പ്രവേശനമില്ല, തല വെട്ടിക്കളയും, കർശന നിയമമാണ്. സെക്യൂരിറ്റി ഗാർഡും പട്ടാളവും ഒക്കെ ഉണ്ട്. എങ്ങനെയാണെന്നറിയില്ല, ഇവൻ അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ചിട്ട് ഇവൻ രാജാവ് നോക്കുമ്പോൾ ഉണ്ട് ഒരു ഭിക്ഷക്കാരൻ മുന്നേ നിൽക്കും. നീ എങ്ങനെയാണ് അവിടെ വന്നത്? വിശപ്പ് കൊണ്ട് വന്നാന്ന് പറഞ്ഞു. കിടന്നാ പട്ടിണി കിടന്ന് അവിടെ ചാകും. ഇവിടെ വന്ന രാജാവ് തല വെട്ടി എങ്ങനെയാലും ചാവുക. പിന്നെ രാജാവ് കരുണ തോന്നി എന്തെങ്കിലും കിട്ടിയാൽ ലാഭം എന്ന് വിചാരിച്ച് കയറി വന്നാന്ന് പറഞ്ഞു. അതിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് ചോദിച്ചു. പാത്രം ഒന്നുമില്ല, ഈ കിടന്നൊരു തോർത്തുണ്ട്, അതേ ഉള്ളൂ. വിരിക്കട്ടെന്ന് പറഞ്ഞു. രാജാവ് അകത്തേക്ക് പോയിട്ട് ഒരു നമ്മുടെ പറയില്ല, ചങ്ങഴി എന്ന് പണ്ട് പറയില്ല, ഇടങ്ങഴി അടക്കുന്ന പാത്രം, അത് നിറച്ച് സ്വർണ്ണനാണയം വാരി കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഓരോന്നിങ്ങനെ അതോട്ട് അവന്റെ കണ്ണിങ്ങനെ തെള്ളി വരിക. കാരണം ഇത് തന്നു കഴിഞ്ഞ് രാജാവ് എന്താ ചെയ്യാൻ പോകുന്നത്? ഇതും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകും, സെക്യൂരിറ്റി ഗാർഡ് പിടിച്ചാൽ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് രാജാവ് അത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞത്, അതെണ്ടി രാജാവിന്റെ കൊട്ടാരത്തിൽ തെണ്ടാൻ പോയാൽ ജീവിതത്തിൽ ഒരിക്കലും തെണ്ടു, അതിനുശേഷം ധനവാനായിട്ട് ജീവിക്കും, എടുക്കടാന്ന് പറഞ്ഞു. പോയി ധനവാനായിട്ട് ജീവിക്കാൻ പറഞ്ഞു, മേലെ തെണ്ടി പോരുന്നു. ഞാൻ പറഞ്ഞു, ലോകത്തിലെ ഒരു രാജാവ് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ സ്വർഗത്തിലെ രാജാവ് എങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ ചില സമയത്ത് സ്വർഗത്തിലെ രാജാവിൻ്റെ അടുക്ക തെണ്ടിയാട്ടി ചെല്ലും, കർത്താവിക്ക് എന്തുകൊണ്ട് നിന്റെ കയ്യിലെന്ന് ചോദിക്കും. ഒന്നുമില്ല കർത്താവ് എന്ന് പറയും. ഒന്നുമില്ലേ, പിന്നെന്താ നീ കയറി വന്നത്? കർത്താവിൻ്റെ അടുക്ക് പോകുമ്പോൾ പാത്രം കൊണ്ടൊക്കെ പോകണം. അന്റെ ഏലിശ പറഞ്ഞ പോലെ പിന്നെയും പാത്രം കുറയരുത്, അയൽവക്കത്തുനിന്ന് വാങ്ങിച്ചോളൂ പറഞ്ഞു. അമ്മ പറഞ്ഞാ മോനെ വീട്ടിൽ പാത്രം ഇല്ല, പിന്നെ എങ്ങനെയാ? എണ്ണ അതുപോലെ ശീന്നും പറഞ്ഞത്. നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് അറിഞ്ഞു തരും. പക്ഷേ ഈ ബുദ്ധിമുട്ട് എങ്ങനെയുണ്ടായ ബുദ്ധിമുട്ടായിരിക്കണം? കർത്താവിന് വേണ്ടി കൊടുത്തത് കൊണ്ടും കർത്താവിന് ദാസന്മാർക്ക് കൊടുത്തത് കൊണ്ടും ഉണ്ടായ ബുദ്ധിമുട്ടായിരിക്കണം. ഈ ബുദ്ധിമുട്ട് നമ്മുടെ ബുദ്ധിമോശം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടായിരിക്കരുത്. നമ്മുടെ പിള്ളേരെ ഡോക്ടറാക്കാൻ എഞ്ചിനീയറാക്കാൻ പഠിപ്പിച്ചതിന്റെ ബുദ്ധിമുട്ടായിരിക്കരുത്. ഇത് എങ്ങനെ ബുദ്ധിമുട്ടാ? കർത്താവേ, ഞാൻ വളരെ ബുദ്ധിമുട്ടില്ല, പക്ഷെ നിനക്കറിയാമല്ലോ ഞാൻ ബുദ്ധിമുട്ടിലായത് എങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ. ഇന്നലെ ഒരു ദൈവദാസം വന്നു, കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു, ഇന്ന് അരി വാങ്ങാൻ വേണ്ടി വെച്ചിരുന്നു, അദ്ദേഹത്തിന് കൊടുത്തു. അതുകൊണ്ട് ഇന്ന് അരി വാങ്ങാൻ കാശില്ല, എന്റെ ബുദ്ധിമുട്ട് നീ തീർത്തരാന്ന് പറഞ്ഞോണ്ടാ ഞാൻ കൊടുത്തത്. ഫിലിപ്പിലെ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പൗലോസ് പറഞ്ഞല്ലോ, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരുമെന്ന്. നമുക്ക് അങ്ങനെ പറയാൻ ഒക്കില്ല. നമുക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ചെലവാകേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ചെലവാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മൾ ചെലവാക്കിയതുകൊണ്ട് അങ്ങനൊക്കെ വരുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ട്. അത് തീർത്തു തരാമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തീർത്തു തന്നേക്കും. അത് അവന്റെ ഔദാര്യവും അവന്റെ കർത്താവ് കരുണയും കൃപയുള്ളവനല്ലേ. കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് പൗലോസ് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വാക്യമാണ്. കൊലോസ്യർ 3:16. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കണം. വചനം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് നിറയുമ്പോ നമ്മുടെ പോക്കറ്റുകളിൽ ആവശ്യത്തിനുള്ള തുട്ടുകൾ കർത്താവ് വിട്ടു തരും. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞോണ്ട് എങ്ങനെയാ അറിയുന്നത്? പാത്രത്തിൽ കുടത്ത് വെള്ളം നിറഞ്ഞോന്ന് എങ്ങനെയാ നമ്മൾ അറിയുന്നത്? മേളത്തെ ടാങ്ക് വെള്ളം നിറഞ്ഞെന്ന് എങ്ങനെ അറിയുന്നത്? എങ്ങനെ 5 മിനിറ്റ് ടാങ്കിൽ പോയി നോക്കി നിറഞ്ഞോ, അങ്ങനെയൊന്നും അറിയുന്നത്? ടാങ്ക് നിറഞ്ഞു കവിയും. അത് നിറഞ്ഞു കവിയുമ്പോ മറ്റേ ഷീറ്റിന്റെ പുറത്ത് വീഴുന്നതായിരിക്കുന്ന ശബ്ദമൊക്കെ പറയും, ടാങ്ക് നിറഞ്ഞെന്ന് പറയല്ലേ. അതുപോലെയാണ് വിശ്വാസികളും. ഹൃദയത്തിൽ വചനം നിറഞ്ഞു സ്തുതികളാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിനെ സ്തുതിച്ചും പാടിയും കൊണ്ടിരിക്കും. അവന്റെ ഹൃദയം അങ്ങനെ പതിനെട്ടാം നിറച്ചിട്ട് വചനം എന്ത് ചെയ്യുക? പാട്ടായിട്ടും വചനമായിട്ടും ഇങ്ങനെ പുറത്തോട്ട് വന്നോണ്ട് വായി വരുന്നതെല്ലാം ഗോതയ്ക്ക് പാട്ടാണെന്ന് കൊണ്ട് പറയും.
രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പറ്റി ലോകം പറയേണ്ടത് അതാണ്. എപ്പോഴും പാട്ടും പാട്ട്, എപ്പോഴും പാട്ട്. എവിടെ പോയാലും ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടേ പോകത്തുള്ളൂ. എവിടെ പോയാലും ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടേ പോകത്തുള്ളൂ. എവിടെ പോയാലും അതെന്താണ്? നീ എവിടെ പോയാലും ഇതേ ഹൃദയം വചനത്താൽ നിറഞ്ഞു കവിയുമ്പോ പിന്നെ എന്ത് ചെയ്യും? എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്നിട്ട് പറഞ്ഞു എന്റെ കൈ എങ്ങനെയാണ്? സമർത്ഥനായ ലേഖന്റെ എഴുത്തുപോലാണ്. ഇത് നിറഞ്ഞു കവിയാ പിന്നെ ബാക്കി എഴുതി വെക്കുകയല്ലേ ഉള്ളൂ. നഷ്ടപ്പെട്ടു പോകാതിരിക്കണം എന്ത് ചെയ്യണം? ഹൃദയം നിറഞ്ഞു തൂങ്ങുന്നത് പേപ്പറിൽ എഴുതി വെക്കും. അതാണ് ചെയ്യുന്നത്. നിങ്ങൾ വല്ല പേപ്പർ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ പേപ്പർ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? വചന ഹൃദയത്തിൽ കവിഞ്ഞു തൂകിയത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പുസ്തകമായിട്ട് നോട്ടായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെ? നിറഞ്ഞു തൂകിയിട്ട് വേണ്ടേ അല്ലേ? നിറഞ്ഞു തൂകില്ല. എപ്പോഴാ നിറഞ്ഞു തൂകാത്തെന്നറിയാമോ? ഞങ്ങളുടെ 2 ടാങ്ക് ഉണ്ടായിരുന്നതിൽ ഒരു ടാങ്ക് ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞപ്പോൾ വെള്ളം എത്ര നേരം അടിച്ചാലും നിറയില്ല. ഗ്രേസ് പറയും മണിക്കൂറായി വെള്ളം അടിച്ചിട്ട് ടാങ്ക് നിറയുന്നില്ല. നോക്കിയപ്പോ അത് ഇങ്ങനെ നെടിയാ കീറിയിരിക്കും. അത് തന്നെ ചില വിശ്വാസികൾക്ക് അവർക്ക് ലീക്കുണ്ട്. അവരിയ്ക്കുന്നതെല്ലാം നനഞ്ഞിരിക്കും. ഇല്ല, ശരിയാവില്ല. സാമ്പത്തികത്തെ കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം നിറയരുത്, വചനം കൊണ്ട് നിറയണം. അതാണ് വേണ്ടത്. വചനം കൊണ്ട് നിറയണം. വചനം കൊണ്ട് നിറയുമ്പോൾ അത് എന്തൊരു സന്തോഷമാണെന്നറിയാം. ഭയങ്കര സന്തോഷമാണ്. കർത്താവ് സുവിശേഷങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളെ കള്ളൻ തുറക്കുകയും തുരുമ്പുകൾ ഇതിനെയും ഒക്കെ ചെയ്യുന്ന ഭൂമി നിക്ഷേപം സ്വരൂപിക്കരുത്, അതിന് പകരം കള്ളന്മാർ തുറക്കാതെയും ഒക്കെയുള്ള സ്വർഗത്തിലത്തെ നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. എങ്ങനെ ഈ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നു? നിങ്ങൾ മുത്തൂറ്റ് ബാങ്കിൽ കൊണ്ടിട്ട് ഒരു ദിവസം കേൾക്കും മുത്തൂറ്റ് ബാങ്ക് പൊട്ടി. അപ്പൊ സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപം സ്വരൂപിക്കുന്നു? സ്വർഗം മാനിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ പണം ചെലവാക്കുക. അതാണ് സ്വർഗം മാനിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ പണം ചെലവാക്കുക. കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എന്നീ 1000 രൂപ വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ദൈവദാസന് കൊടുക്കാമായിരുന്നു. ഒരു 10,000 രൂപ നീ എനിക്ക് തരണമേ. ആരെങ്കിലും ദൈവദാസന്മാർ കയറി വന്നാൽ അവർക്ക് കൊടുക്കാന്, ആരെങ്കിലും പാവങ്ങൾ കയറി വന്നാൽ അവർക്ക് കൊടുക്കാന്. അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയുള്ളൂ? നമുക്കൊരു ജോഡി ഷൂ വാങ്ങിക്കാൻ കാശ് തരണേ കർത്താവ്, നമ്മുടെ കണ്ണാടി ഒന്ന് കാണിച്ച് കണ്ണാടി വാങ്ങാൻ കാശ് തരണേ കർത്താവ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവിനോട് ചോദിക്കാറുണ്ടോ? ഞാൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോഴേ എന്നെ പഠിപ്പിച്ചിട്ടുള്ള സത്യങ്ങളിൽ ഒന്നാണ്, എൻ്റെ വീട്ടില് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പഠിപ്പിച്ചതാണ്, ഏതെങ്കിലും ദൈവദാസനെ കാണാൻ പോകുമ്പോൾ വെറും കയ്യോടെ പോകരുത്. അത് ഞാൻ അവിടുന്ന് തന്നെ പഠിച്ചതല്ല, ശൗൽ എന്നെ പഠിപ്പിച്ചതാണ്. ശൗലും ദാസനും കൂടെ പോകുമ്പോൾ ദാസൻ പറഞ്ഞു ഇവിടെ ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാകും എന്ന് പറഞ്ഞു. ഉടനെ ശൗല് പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ദാസൻ പറഞ്ഞു അരശേക്കൽ എന്തെങ്കിലും ഉണ്ടെന്ന്, അത് മതി. അപ്പൊ ഞാൻ ഒരിക്കല് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ എങ്ങാണ്ട 8ാം ക്ലാസ് പാസ്സായിട്ടില്ല, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകായിരുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകായിരുന്നു. അന്നും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകും. അങ്ങനെ പോയി ഒരു വീട്ടിൽ ചെന്നപ്പോ എനിക്കറിയാവുന്ന ഒരു ദൈവദാസന് അവിടെയാ താമസിക്കുന്ന. അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ഒരിക്കലും പോയിട്ട്. അന്ന് ഞാൻ അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അടുത്ത വീട്ടിൽ ആ ദൈവദാസന്റെ വീടാന്ന് പറഞ്ഞത്. സുഖമില്ലാത്തൊരു ദൈവദാസനെ കാണാൻ എങ്ങനെയാ പോകുന്നത്? എന്റെ ആദ്യത്തെ കടം വാങ്ങിക്കുക. ഞാൻ എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞു നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ 1 കിലോമീറ്റർ അകലെ എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിലേക്ക് ഓടി ചെന്ന് അന്നത്തെ കാലത്ത് 2 രൂപ കടം തരാമെന്ന് ചോദിച്ചാൽ നിനക്ക് എന്തിനാണ് കാലം ഒരു ദൈവദാസന് കൊടുക്കാനും? നീ 2 രൂപ ഞാൻ പിന്നെ അപ്പച്ചന് വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്തു. 1 കിലോമീറ്റർ അങ്ങോട്ട് ഓടി 1 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി ഈ 2 രൂപ കടം വാങ്ങാൻ വേണ്ടി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങിയത് ഈ ദൈവദാസന് കൊടുക്കാൻ വേണ്ടി 2 രൂപ വാങ്ങിയ കടം. കൊടുക്കാൻ വേണ്ടി കടം വാങ്ങുക, കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കൊടുക്കാൻ വേണ്ടി ജോലി ചെയ്യേ. ഇന്നൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആർക്കെങ്കിലും കാശ് കൊടുക്കാമായിരുന്നു. 800 രൂപ കിട്ടത്തില്ല, 1000 രൂപ കിട്ടിയില്ല ജോലി ചെയ്താൽ. ഇന്നൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ 1 കിലോ ഇറച്ചി വാങ്ങിക്കായിരുന്നു, ഇല്ല ഇച്ചിരി മീൻ വാങ്ങായിരുന്നു. അതാണ് നമ്മുടെ പ്രാർത്ഥന. അതിന് തെറ്റോ പാപമോ വല്ലതും ഉണ്ടോ? പിന്നെ എന്തോ തെറ്റാ? ഇറച്ചി തിന്നുന്നവ പ്രത്യേകിച്ച് കർത്താവിനോട് ചോദിച്ച് കാശ് വാങ്ങിപ്പോയി ഇറച്ചി വാങ്ങിച്ചിരുന്നതിന് പ്രത്യേക സുഖമില്ലേ? അതിന് കുഴപ്പമൊന്നുമില്ല, പാപമൊന്നുമല്ല കേട്ടോ. അതിനൊക്കെ ഒരു സുഖമുണ്ട് ഒരു പാവപ്പെട്ടവനെ. ചില ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഇന്ന് കർത്താവ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണേ, അവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ട്. 2-3 ദിവസമായി സൽപ്രവൃത്തി ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നില്ല, ആരും പാവപ്പെട്ടവർ കയറി വരുന്നില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കും ദിവസം കർത്താവ് ആരെങ്കിലും കൊണ്ടുവരും. അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുക്കും, അതിലൊരു സംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് കർത്താവിനെ പ്രാർത്ഥിച്ച് വരുത്തി അവർക്ക് കൊല്ലം കൊടുക്കുമ്പോഴേ അതിന്റെ പ്രത്യേക സന്തോഷം നമുക്കുണ്ട്. കൊടുക്കാൻ നമ്മൾ ശീലിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ പറ്റി പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറയാം. അപ്പൊ സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കണം. സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തല കാലത്ത് പണം ശേഖരിച്ചിരുന്നു, അല്ലെ? യെരൂശലേമിലുള്ള പാവപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി ഒരു പണം ശേഖരിച്ചിരുന്നു, നമുക്കറിയാം.
അവർക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന 2 കൊരിന്ത്യർ 9:1 വായിച്ച് മതി. അപ്പം വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരം. യെരൂശലേമിലെ വിശ്വാസികൾക്ക് വളരെ പാവപ്പെട്ട വിശ്വാസികളായിരുന്നു. പൗലോസ് പോയ സഭകളിൽ നിന്നെല്ലാം പ്രത്യേക കളക്ഷൻ എടുത്തു. നിങ്ങൾക്കത് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ അങ്ങനെ കൊടുക്കുന്ന ആളുകളാണെന്ന് എനിക്ക് അറിയാവുന്ന. പക്ഷെ എന്നിട്ട് അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. കൊടുക്കുന്നതിനെ കുറിച്ച് പറയാം. എന്നാൽ ലോഭമായി വിതയ്ക്കുന്ന ലോഭമായി കൊയ്യും. എന്നിട്ട് പിന്നെ 1-2 കാര്യം കൂടെ പറഞ്ഞു. നിർബന്ധത്താലും അരുത്, സങ്കടത്തോടെ കൊടുക്കരുത്. എന്നും പിരിവെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ഇങ്ങനെ കുറെ ആളുകളുണ്ട്. പിരിവേ ഉള്ളു, പിരിവേ ഉള്ളു, കൊണ്ട് തിന്നടാ, അങ്ങനെ കൊടുക്കരുത്. സങ്കടത്താലും ഒരു നിർബന്ധത്താലും വരുത്. പിന്നെ എങ്ങനെയാ കൊടുക്കേണ്ടത്? സന്തോഷത്തോടെ. എന്റെ ദൈവം യെരൂശലേമിലെ പാവപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ടൊരു അവസരം എനിക്ക് തന്നു, സ്തോത്രം. ഈ അവസരം എന്നും കിട്ടില്ല. ഇപ്പൊ കിട്ടിയപ്പോ ഞാൻ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് കൊടുക്കാൻ ഒക്കില്ല. അതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കാരണമായി തീരുന്ന ഔദാര്യം. അപ്പൊ അവർ ഔദാര്യമായിട്ട് കാശ് കൊടുത്തപ്പോ പൗലോസ്, ദൈവമേ കൊരിന്ത്യർക്ക് വേണ്ടി സ്തോത്രം, അല്ലേ മക്കതോന്യർക്ക് വേണ്ടി സ്തോത്രം, കണ്ടില്ലേ അവർ തന്നത് ഔദാര്യമായി. നിങ്ങൾക്ക് കൊടുപ്പിനെ കുറിച്ച് മറ്റേതെങ്കിലും ആരെങ്കിലും അത് സ്തോത്രം ചെയ്യാനിടയായിട്ട് ചോദിക്കുക. അങ്ങനെ നിങ്ങളുടെ അറിവില് എന്റെ ഈ കൊടുപ്പിനെ ചൊല്ലി സ്തോത്രം ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇല്ലെങ്കിൽ കഷ്ടമാണ്. 2 കൊരിന്ത്യർ 9:14 പറയുന്നത് കൊടുക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമെന്നാണ്. 13 പറയുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നാണ്. എനിക്കിഷ്ടമുള്ള വാക്യമാണ് 14-15. 2 കൊരിന്ത്യർ 9:14-15. അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താ? കൊടുക്കാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് അത് അവരുടെ കയ്യിൽ നിന്നും പണം കിട്ടിയ ആളുകൾക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? മക്കതോന്യെ പോയി എനിക്ക് ആ സഹോദരന്മാരെയൊക്കെ ഒന്ന് കാണണം, ഇത്രയും കാശൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി തന്നല്ലോ, അതാ മക്കതോന്യ വരെ അവരൊന്ന് കാണാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോഴേ ചുറ്റക്കുള്ളിലൊക്കെ താമസിക്കുന്ന, റെയിൽവേയുടെ പുറമ്പോക്കി താമസിക്കുന്ന ആളുകളാണ് ഇത്രയും വലിയ ഇറച്ചിക്കറിയൊക്കെ വെച്ച് കൊടുത്തവരെ കാണാൻ ആഗ്രഹിക്കും. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഔദാര്യം നിമിത്തം? ഈ സഹോദരൻ ഏതാണ്ട് പോലും എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്ക് അങ്ങനെ ഇച്ചിരി കാശൊക്കെ അയച്ചു തരും. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ഒരു യാത്ര. പൗലോസ് പറയുന്നത് നിങ്ങളെ കാണാൻ അവർ ആഗ്രഹിക്കുമെന്നാണ്, നിങ്ങളുടെ ഔദാര്യം നിമിത്തം. ഔദാര്യമായിട്ടൊക്കെ കൊടുക്കുന്നവരെ കാണാൻ മനുഷ്യർക്ക് ഒക്കെ ആഗ്രഹമാണ്. അല്ലാത്തത് നമ്മൾ പടിക്ക് കൂടെ പോയാൽ പോലും കയറത്തില്ല. എന്തിനു കയറാൻ? നമ്മൾ അത്രയും പെട്രോളൊക്കെ കളയണം. പാട്ടി പറയില്ലേ, അറുപത് കൈക്ക് ഉപ്പിടാത്ത കുറെ പാർട്ടികളുണ്ടെന്ന് പറയും. സ്തോത്രയാഗം കൊണ്ട് വരും ഞായറാഴ്ച രാവിലെ. പോരാ സഹോദരന്മാരെ, ഇതിനൊന്നും പോരാന്ന് ഞാൻ പറയുന്നത്. അപ്പൊ കൊടുത്ത് ധനവാന്മാരാകും. വാങ്ങിയല്ല, പിന്നെ കൊടുത്ത് ധനവാന്മാരാകും, കൊടുത്ത് സമ്പന്നരാകും, കൊടുത്ത് സംതൃപ്തരാകും, കൊടുത്ത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവം ധാരാളമായി നൽകുന്ന ദൈവമാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സ്ഥലത്തിലൊത്തോണം തീർക്കും. ധാരാളമായി വിതയ്ക്കുന്നവന് ധാരാളമായി കൊയ്യാൻ ദൈവം അവസരം കൊടുക്കും. ദൈവം ആരുടെയും കടക്കാരനല്ല. ദൈവത്തെ കൊടുത്തു തോൽപ്പിക്കാനും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സാമ്പത്തിക പര്യാപ്തതയുടെ രഹസ്യം എന്താണെന്നറിയാമോ? സത്യസന്ധമായ അധ്വാനം, ബുദ്ധിപൂർവമായ ചെലവാക്കൽ, ഔദാര്യമായ കർത്താവിന് കൊടുക്കുക, അല്പം മിച്ചം വയ്ക്കുക, ത്യാഗത്തോടുകൂടെ ത്യാഗപൂർണമായി കർത്താവിന് കൊടുക്കുക. അപ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. ദൈവത്തോട് ദിവസം പറ, ദൈവമേ നീ എന്നെ എനിക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് തരും. അപ്പൊ ദൈവം പറയടാ മോനെ, നീ എന്നെ തോൽപ്പിക്കാൻ പോകുന്നില്ല. നീ എനിക്ക് 1 തന്നാൽ ഞാൻ നിനക്ക് 2 തരും. നീ എനിക്ക് 2 തന്നാൽ നിനക്ക് 4 തരും. നീ എനിക്ക് 4 തന്നാൽ നിനക്ക് 8 തരും. ലക്ഷോർണോ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 90% തന്റെ ബിസിനസ്സുകാരനാണ്. തന്റെ ബിസിനസിന്റെ ലാഭത്തിന്റെ 90% കർത്താവിനും 10% മാത്രം തനിക്ക്. പക്ഷേ ദൈവത്തിന്റെ ലക്ഷോറിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ 10% എന്ന് പറയുന്ന കോടികളുണ്ടായിരുന്നു. ഇനി എങ്ങനെ തോൽപ്പിക്കുന്നു? ദൈവമായിട്ട് ബിസിനസ്സിനെ അതുപോലെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. അയാളെ ഒന്നുമില്ലാത്ത ചെറിയ ബിസിനസ് തുടങ്ങിയ ബിസിനസ്. ചെന്നൈ ചെല്ലുമ്പോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് എതിർവശത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു സൈൻ ബോർഡ് ഉണ്ട്, ഭയങ്കര സൈൻ ബോർഡ്. അവിടെ ഒരു മലയാളിയുടെ പേരുണ്ട്. മലയാളി വലിയ ബിസിനസ്സുകാരനാണ്, ചെന്നൈയിലെ വലിയ ബിസിനസ്സുകാരനാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരു കഥ പറയുന്നത്. എന്നോട് ചെന്നൈയിലുള്ള ഒരാൾ അദ്ദേഹത്തെ കുറിച്ചൊരു കഥ പറഞ്ഞു. ഈ ബോർഡ് കണ്ടോന്ന് ചോദിച്ചു. കണ്ട് ആരാന്ന് ചോദിച്ചു. ഒരു വിശ്വാസിയാണ്. അയാൾക്ക് മരിച്ചുപോയെന്ന് പറഞ്ഞു, മക്കളൊക്കെ ആയിട്ട്. അയാൾ വീട്ടിൽ പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണിയായിട്ട് കള്ള ട്രെയിൻ കയറി ചെന്നൈയിൽ ചാടി.
അതിലെ ചാകട്ട് പോലീസ് ലിഖിത പിടിക്കേണ്ടത്. കാരണം ഒന്നുമില്ല കഴിക്കാൻ. 8-10 വയസ്സുള്ള ചെറുക്കനാ. ഇവിടെ കിടന്നാൽ ചാകുകയുള്ളൂ പട്ടിണി കൊണ്ട്. ചെന്നൈ പോയാൽ എന്തെങ്കിലും എങ്ങനെ ജീവിക്കുക, എന്തെങ്കിലും മാർഗം കിട്ടുമെന്ന്. അയാളങ്ങനെ ചെന്നിട്ട് ഒന്നും രക്ഷയുമില്ല. 2-3 ദിവസം അവിടേക്ക് അലഞ്ഞിരിഞ്ഞ് നടന്നു. ആരും അയാളോട് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ബന്ധക്കോസുകാരുടെ ഒരു ഫെയ്ത്തോ ഉണ്ടായിരുന്നു. പാട്ട് കേട്ടു, ഇവനോട് കയറി ചെന്നു. വിശന്ന കയറി ചെന്നു. അവർ പോയിട്ട് കഴിച്ച് പിന്നെ ആഹാരമൊക്കെ കൊടുത്തു. പാസ്റ്റർ അവനെ വിളിച്ചു. നീ എവിടുന്നാന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ കേരളത്തിൽ നിന്ന് കള്ള ട്രെയിൻ കയറി വന്ന. എന്തിനാന്ന് ചോദിച്ചു. പട്ടിണി കൊണ്ട് വന്ന. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് അവന് 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തിട്ട് പാസ്റ്റർ പറഞ്ഞു, നീ 10 രൂപയും കൊണ്ട് പോയി കപ്പലണ്ടി വാങ്ങിച്ച് വിൽക്കണമെന്ന് പറഞ്ഞു. 10 രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങരുത്, നീ 5 രൂപയുടെ കപ്പലണ്ടി വാങ്ങിച്ച് വിൽക്കണം. നിനക്ക് വൈകിട്ട് 10 രൂപ കിട്ടും, 5 രൂപ ലാഭം. ആ കിട്ടുന്ന 5 രൂപയിൽ നീ 2 രൂപ കർത്താവിന് കൊടുക്കും, ബാക്കി 3 രൂപ നീ എടുക്കണം. നീ ദശാംശം കൊടുത്ത് കർത്താവിനെ മാനിക്കണമെന്ന്. അയാൾ അങ്ങനെ ചെയ്തുണ്ടാക്കിയതാണ് മദ്രാസിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരുടെ ഒരാളാണ്. ഒരു കോടീശ്വരൻ, മൾട്ടായി കോടീശ്വരൻ. പറഞ്ഞു 10 രൂപയുടെ കപ്പലണ്ടി 5 രൂപയുടെ കപ്പലണ്ടി വാങ്ങിച്ച് വിറ്റ് വൈകിട്ട് 5 രൂപയുടെ കാണും, അത് 2 രൂപ കൊണ്ട് പാസ്റ്റർക്ക് കൊടുക്കും. എങ്ങനെ കർത്താവിന് കൊടുക്കുന്ന അത്രേ അറിയത്തുള്ളൂ. 5 രൂപ മുതൽ മാറ്റി വെക്കും, നാളത്തെ കപ്പലണ്ടി വാങ്ങിക്കാം. ലാഭത്തിൽ 5 രൂപ 2 രൂപ പാസ്റ്റർക്ക് കൊടുക്കും, 3 രൂപ അവന് കൊടുക്കും. ദൈവം അവൻ്റെ ബിസിനസ് ആയി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ചാക്ക് കണക്കിന് കപ്പലണ്ടി എടുത്തു. പിന്നെ അവനൊരു ഉന്തുവണ്ടി എടുത്തു. അത് കഴിഞ്ഞ് അവനൊരു കട വാടകയ്ക്ക് എടുത്തു. അവൻ ലോഡ് കണക്കിന് കപ്പലണ്ടി കൊണ്ടുവന്നു. അവൻ കപ്പലണ്ടിയുടെ ഹോൾസെയിൽ ബിസിനസ് ആയി. പിന്നെ അവൻ അത് മാറ്റി. പിന്നെ അവൻ വേറെ ബിസിനസ്സുകൾ പലതും തുടങ്ങി. ദൈവം അവനെ അനുഗ്രഹിക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിപാടികളാണ്. നമ്മൾ കള്ളവണ്ട് കയറിയിട്ട് മദ്രാസിൽ എന്ത് ചെയ്യും? വല്ലവരും നമ്മുടെ കിഡ്നി എടുത്ത് വിറ്റേച്ച് നമ്മളെ ശവം കൊണ്ട് നിർത്തണം. കാരണം ദൈവം നമ്മുടെ ചിന്താഗതി വരുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ഒരു ദൈവദാസൻ നടന്ന കാര്യമാണ്, ഒരു കഥയല്ല. ദൈവദാസൻ കൊറിയയിൽ പോയി ക്ലാസ് എടുത്തു. അമേരിക്കക്കാരനാണ് അദ്ദേഹം. കൊറിയയിൽ പോയി ക്ലാസ് എടുത്തു. 1 മാസത്തെ ക്ലാസ്സാണ്. അവസാന ക്ലാസ്സിൽ കുറച്ച് ഒരിക്കലും താമസിക്കില്ല. മനഃപൂർവ്വം അവസാനത്തെ ക്ലാസ്സിൽ 10 മിനിറ്റ് താമസിച്ചാണ്. എല്ലാവരും വെച്ച് എന്ത് പറ്റി ദൈവദാസൻ, എന്ത് പറ്റി? 10 മിനിറ്റ് താമസിച്ചു വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ്. അയാൾ പറഞ്ഞു, ഞാൻ എന്നത്തെ സമയത്ത് തന്നെ ഇറങ്ങിയതാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശ് വേണം. എൻ്റെ 10 രൂപ ഉണ്ടായിരുന്നു, എൻ്റെ 7 രൂപ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് 6 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 1 രൂപ എനിക്ക് വണ്ടിക്കൂലിക്ക് വേണമെന്ന് പറഞ്ഞു. എനിക്ക് ക്ലാസ് എടുക്കാൻ പോകാൻ. ആ മനുഷ്യൻ 6 രൂപ വാങ്ങിച്ചിട്ട് ബലമായിട്ട് എൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് 1 രൂപ അടിച്ചു തരാൻ പറഞ്ഞു. ആ 1 രൂപയും കൊണ്ട് അയാൾ അങ്ങ് പോയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നടന്ന ഇവിടെ വരെ വന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, ആ മനുഷ്യൻ കേസ് കൊടുക്കണം, ആ മനുഷ്യൻ പിടിക്കണം. ആ 7 രൂപ ഉണ്ടായിരുന്നിട്ട് 6 രൂപ കൊടുത്തു. എന്നിട്ട് ആ 1 രൂപ ചെയ്ത് ബലമായിട്ട് പിടിച്ചു പറിച്ച് നിങ്ങൾ നടന്ന് ഇവിടം വരെ വന്നു. അയാളെ പിടിക്കണം, കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ എല്ലാ അഭിപ്രായം കേസ് കൊടുക്കണമെന്നാണെന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു കേസ് കൊടുക്കും. അപ്പോ അദ്ദേഹം പറഞ്ഞു, ആ പിടിച്ചു പറിച്ച മനുഷ്യർ നിങ്ങളാണ്. ദൈവം 7 ദിവസമുള്ള ഒരാഴ്ച നിങ്ങൾക്ക് തന്നു. 6 ദിവസം നിങ്ങൾ ഇഷ്ടംപോലെ ജോലി ചെയ്ത് ജീവിച്ചോളം പറഞ്ഞു. 1 ദിവസം എൻ്റേതാണ്. നിങ്ങൾ എന്ത് ചെയ്തു? ബലമായിട്ട് 1 ദിവസം പിടിച്ചു പറിച്ച് നിങ്ങൾ ജോലിക്ക് പോവുക. സത്യം അവർക്ക് മനസ്സിലായി. അവർ പലരും ഞായറാഴ്ച സഭായോഗം മുടക്കുന്നവരായിരുന്നു, ജോലിക്ക് പോകുന്നവരായിരുന്നു. നമ്മുടെ കാര്യമല്ലേ? ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽ പലതും പിടിച്ചു പറിക്കുക. നിസ്സാര കാര്യങ്ങൾക്കല്ലേ നമ്മൾ സഭായോഗം മുടക്കുന്നു, ബൈബിൾ ക്ലാസ് മുടക്കുന്നു, അല്ലേ? നിസ്സാര കാര്യങ്ങൾ. ഈ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ച് തിരിച്ച് അതൊഴിഞ്ഞത് ശരിയാവില്ല സഹോദരന്മാർ. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവമാണ്. അപ്പൊ സാമ്പത്തികമില്ലാതെ നമുക്ക് ജീവിക്കാനൊക്കുകയില്ല. സാമ്പത്തികമില്ലാതെ ആർക്കും ജീവിക്കാനൊക്കുകയില്ല. പണമില്ലാതെ എങ്ങനെ ജീവിക്കുന്നത് ഇന്നത്തെ ലോകത്ത്? പക്ഷെ പണം നമ്മുടെ ദൈവമാകരുത്. പണം നമ്മുടെ ദാസനെയാകാം. നമ്മുടെ പണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കണം. ഔദാര്യമായി കൊടുക്കണം, ധാരാളമായി കൊടുക്കണം, വാരി വിതറി കൊടുക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നടത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം.